ആധുനിക അറബി സാഹിത്യം എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും വിദ്യാർത്ഥികളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ആധുനിക അറബി സാഹിത്യം എന്ന് പറയുന്നത് ജാഹിലിയ കാലഘട്ടം, ഇസ്ലാമി കാലഘട്ടം, അമവി, അബ്ബാസി ഒക്കെ എടുത്ത് ഒരു ത്രാസിൽ വെക്കുകയും മോഡേൺ ലിറ്ററേച്ചർ എടുത്തൊരു ത്രാസിൽ വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ രണ്ടിന്റെയും തുലാസ് എന്ന് പറയുന്നത് കുറച്ച് മാത്രമായിരിക്കാം ഈ മറ്റുള്ള സാഹിത്യങ്ങൾക്ക്, അഥവാ എല്ലാം കൂടി ചേർത്ത് വെക്കുമ്പോൾ കൂടി നിൽക്കുക. കാരണം അത്രയേറെ എഴുത്തുകാർ ഉള്ള ഒരു കാലഘട്ടമാണ് മോഡേൺ ലിറ്ററേച്ചർ എന്ന് പറയാം. ഇപ്പൊ ക്ലാസ് എടുക്കുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും കുട്ടികൾ പരാതി പറയാറുണ്ട്, സാറേ പഠിച്ചതൊക്കെ മറന്നു പോകാറുണ്ട്, ഇന്ന ആളെ കുറിച്ച് പഠിച്ചത് മറന്നുപോയിട്ടുണ്ട്, ഇന്ന ആളെ കുറിച്ചിട്ട് പഠിച്ചത് മറന്നുപോയിട്ടുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോ സ്നേഹമുള്ള കുട്ടികളോട് ഞാൻ പറയാറുള്ളത്, നിങ്ങൾ മാക്സിമം ചോദ്യങ്ങളിലൂടെ കടന്നു പോകണം. കാരണം ചോദ്യങ്ങളിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഞാൻ ഇവിടെ നിന്ന് എല്ലാവരുടെയും മൈക്ക് ഞാൻ മ്യൂട്ട് ചെയ്യുവാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാകുന്നതായിരിക്കും. അപ്പോ അങ്ങനെയാണ് നമ്മുടെ ഒരു ടോപ്പിക്കിന്റെ ഒരു ഡെപ്ത് എന്ന് പറയാം. ഇൻഷാ അല്ലാഹ് അപ്പൊ ഞാൻ കൂടുതലായിട്ടൊന്നും ഇനി പറയാൻ ആഗ്രഹിക്കുന്നില്ല. കുറച്ച് വൈഡായിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പോ കൂടെ തന്നെ കൂടുക. കൂടെ തന്നെ കൂടിക്കഴിഞ്ഞാൽ ഈ ക്ലാസ് വരുമ്പോൾ തന്നെ നിങ്ങളും പഠിക്കും, നിങ്ങളെ ഞാനും പഠിപ്പിക്കും, ഞാനും പഠിക്കും എന്നുള്ളതാണ്. അപ്പോ ഇൻഷാ അല്ലാഹ് ഞാൻ ഡയറക്ട്ലി ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. അഹ്ലൻ വസഹ്ലൻ മറത്തൻ ഉഖറ ഫി ഹാദിഹിൽ ജൽസ. അപ്പോ നമുക്ക് ഇന്ന് പഠിക്കാനുള്ള വളരെ ബൃഹത്തായിട്ടുള്ള ഒരു ഏരിയയാണ് നസറുൽ അറബി ഫിൽ അസ്റുൽ ഹദീസ്, ആധുനിക കാലഘട്ടത്തിലുള്ള ഗദ്യ സാഹിത്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അകത്ത് പ്രധാനമായി കൊണ്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട ആദ്യ ഭാഗം എന്ന് പറയുന്നത് മക്കാലയാണ്. മക്കാല എന്ന് പറയുന്നത് നിരൂപണ സാഹിത്യത്തെയാണ് നമ്മൾ മക്കാലകൾ എന്ന് പറയും. മക്കാലകൾ എന്ന് പറയുന്നത് നമ്മുടെ ഗദ്യ സാഹിത്യങ്ങളാണ്. പ്രത്യേകിച്ചും ഈ എന്താണ് ഇപ്പോ സീറാദാത്തിയ അങ്ങനെ പിന്നെ പല പല രൂപത്തിലുള്ള എന്തുണ്ട് ടൈപ്സ് ഓഫ് നസറുകളുണ്ട്. അപ്പൊ അതിൽപ്പെട്ട ഒരു സാധനമാണ് മക്കാല എന്ന് പറയാ, അല്ലെങ്കിൽ നസർ എന്ന് പറയാ. അതുപോലെ തന്നെ മറ്റൊരു സംഭവമാണ് അൽ ഖിസ്സ അൽ ഖസീറ. അൽ ഖിസ്സ അൽ ഖസീറ എന്ന് പറയുന്നത് ഖിസ്സ ഖസീറ അഥവാ ഷോർട്ട് സ്റ്റോറികൾ. പിന്നെ റിവായ എന്ന് വെച്ചാൽ നോവലുകള്. പിന്നെ മസ്രഹിയ നാടകം. അപ്പോ മക്കാലയും ഖിസ്സ ഖസീറയും റിവായയും മസ്രഹിയയും അതോടൊപ്പം തന്നെ പിന്നെ നഖദ്, മദാരിസു നഖദ്, അങ്ങനെ 6 വിഷയങ്ങൾ അടങ്ങിയിട്ടുള്ള 2 വിഷയങ്ങളുടെ ഉണ്ട്. നഖദ് നിരൂപണം ഉണ്ട്, പിന്നെ സ്കൂൾസ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം, അതാണ് മദാരിസു നഖദ്. അങ്ങനെ ഏകദേശം 6ഓളം വിഷയങ്ങൾ അടങ്ങിയിട്ടുള്ള വളരെ ബൃഹത്തായിട്ടുള്ള ഒരു ഏരിയ ആണ് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോ വളരെ സൗണ്ട് കുറവാണെന്ന് പറയുന്നവര് ഒന്ന് ലെഫ്റ്റ് അടിച്ചൊന്ന് കയറാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോ വളരെ വലിയൊരു ഏരിയ ആണ് നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ, കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. മിൻ അഹമ്മി അവാമിലി നഹ്ലത്തുൽ അദബി ലറബിൽ ഹദീസ്, ആധുനിക അറബി സാഹിത്യത്തിന്റെ നവോത്ഥാനത്തിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഘടകം ഏതാണ്? അൽ ഇഹ്തിലാലുൽ അജ്നബി, വൈദേശികമായിട്ടുള്ള അധിനിവേശമാണോ? അൽ ഹുറൂബ്, യുദ്ധങ്ങളാണോ? അത്തഇലീം, വിദ്യാഭ്യാസമാണോ? അൽ മുക്കാവമ, റെസിസ്റ്റൻസ് ആണോ? ചോദ്യം വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ആധുനിക അറബി സാഹിത്യത്തിന്റെ നവോത്ഥാനത്തിനുള്ള പ്രധാന ഘടകങ്ങളിൽ പെട്ടതേത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. കുറെ ആൾക്കാര് തഅലീമ പറയുന്നവരുണ്ട്, മുക്കാവമ പറയുന്നവരുണ്ട്, ഹുറൂബ് പറയുന്നവരുണ്ട്, ഇഖ്തിലാലുൽ അജ്നബി പറയുന്നവരൊക്കെ ഉണ്ട്. എഡ്യൂക്കേഷൻ, ഓക്കെ, വിദ്യാഭ്യാസം എന്നുള്ളതാണ് വിദ്യാഭ്യാസമാണ് എന്നുള്ളതാണ്. ഇപ്പോ ഒരു സാഹിത്യ നവോത്ഥാനത്തിന്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം തന്നെയാണ്. ഓക്കെ, അവിടെ ചർച്ചയില്ല.
പക്ഷെ എങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ മറ്റുണ്ട് എന്നുള്ളതാണ്. മദ്രസത്തു അൽസിൻ അൻഷഅത്തു ഫി മിസ്ർ ബി ഖിയാദത്തി. അൽസിൻ എന്ന് പറയുന്ന ഒരു ഒരു സ്കൂളുണ്ട്, അൽസിൻ, മദ്രസത്തു അൽസിൻ. അത് മിസ്രിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബി ഖിയാദത്തി, ആരുടേതാണ്? ട്രാൻസ്ലേഷൻ ഒക്കെ കൂടുതലായിട്ട് സപ്പോർട്ടീവൾ ആയിട്ടുള്ള ഒരു സ്കൂളാണ് എന്ത്? അൽസിൻ എന്ന് പറയുന്ന സ്കൂള്. അത് ഈജിപ്തില് ആരുടെ സഹായത്തോടു കൂടിയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ആരുടെ നേതൃത്വത്തിലായിരുന്നു എന്നുള്ളതാണ്. ദിഫാ തഹ്താവി, അബ്ദുറഹ്മാൻ ഷുക്രി, അഹമ്മദ് സക്കി അബൂഷാദി, അഹമ്മദ് ഷൗക്കി. ഓക്കെ, പല പല അഭിപ്രായങ്ങൾ കാണുന്നുണ്ട്. റിഫാ തഹ്താവി എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ റേഞ്ച് മനസ്സിലായിട്ടുണ്ടല്ലോ. പല കാര്യങ്ങളും അറിയില്ല എന്നും പലതും അറിയാമെന്നൊക്കെ കുറെ ആൾക്കാർക്ക് ഒരു റേഞ്ച് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ചോദ്യങ്ങളിലൊക്കെ വന്നത്. മറ്റൊരു ചോദ്യം കൂടി. തഫ്സീറു ഫീ ലിലാൽ ഖുർആൻ. ഫീ ലിലാൽ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ്, തഫ്സീറിന്റെ രചയിതാവ് ഇമാം ഷഅറാവി ആണോ, റഷീദ് റിളയാണോ, ഇമാം സയ്യിദ് കുത്തുബാണോ, അതല്ല ഇമാം മുഹമ്മദ് അബ്ദയാണോ? ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഫീ ലിലാൽ ഖുർആനാണ്, ഫീ ലിലാൽ ഖുർആനാണ്. ശ്രദ്ധിച്ച പണിഷ്മെന്റ് തരുവേ. ഓക്കെ, ഇതൊക്കെ ടെറ്റിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നമുക്ക് ഉത്തരം നോക്കാം. സയ്യിദ് കുത്തുബിനാണ്. ഓക്കെ, സയ്യിദ് കുത്തുബിന്റെ ഒരു എന്താണ്, ഒരു തഫ്സീറാണെന്ത് ഈ പറയുന്ന ഫീ ദിലാൽ ഖുർആൻ എന്നുള്ളത്. അപ്പൊ നമുക്ക് അതിലേക്ക് കൂടെ വരാം. ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ഹദീസ് ഈസ ബിൻ ഹിഷാം, ഹദീസ് ഈസ ബിൻ ഹിഷാം മഖാമത്തുൻ ഹദീസ. നമുക്കറിയാം മഖാമ എന്ന് പറയുന്ന ഒരു സാഹിത്യധാര അബ്ബാസിയ കാലഘട്ടത്തിൽ ഉടലെടുത്തിട്ടുണ്ട്. ഇപ്പോ അബ്ബാസിയ കാലഘട്ടത്തിൽ ഉടലെടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയണം, ബദിഉസ്സമാൻ അൽ ഹമദാനി, ഹരീരി തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് എന്തുണ്ട്? മക്കാമയുണ്ട്. അപ്പൊ മക്കാമ എന്ന് പറയുന്ന ഒരു സാഹിത്യം എന്തുണ്ട്? അബ്ബാസിയ കാലഘട്ടത്തിൽ തന്നെ ഉടലെടുത്തിട്ടുള്ളതാണ്. അതിലെ ആധുനിക വേർഷനാണ് എന്ത്? ഹദീസ് ഈസ ബിൻ ഹിഷാം. അത് എഴുതിയത് ആരാണ്? ഹമദാനി ആണോ, ഹാഫിൽ ഇബ്രാഹിം ആണോ, മുഹമ്മദ് അൽ മുവൈലഹി ആണോ, നാസിഫുൽ യാസിദി ആണോ? നാസിഫുൽ യാസിദി ആണോ എന്നുള്ളതാണ്. ഓക്കെ, മുഹമ്മദുൽ മുവൈലഹിയുടെയാണ്, മുഹമ്മദുൽ മുവൈലഹിയുടെയാണ് ഹദീസ് ഈസ ബിൻ ഹിഷാം. ഓക്കെ, ഹദീസ് ഈസ ബിൻ ഹിഷാം എന്നുള്ളത് മുഹമ്മദുൽ മുവൈലഹിയുടെയാണ്. ഹാഫിദ് ഇബ്രാഹിമിനും മക്കാമയുണ്ട്, നാസിഫുൽ യാസീദിക്കും മക്കാമയുണ്ട്, ഹമദാനിക്കും മക്കാമയുണ്ട്. പക്ഷേ ഹദീസ് ഈസ ബിൻ ഹിഷാം എന്ന മക്കാമയുടെ രചയിതാവ് അത് മുഹമ്മദുൽ മുവൈലഹിയാണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ചർച്ചയിൽ പറയാൻ ചാൻസ് ഇല്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്. നാസിഫുൽ യാസിദിയുടെ മക്കാമയുടെ പേരാണ് മജ്മഉൽ ബഹറൈനി. മജ്മഉൽ ബഹറൈനി. അതുകൊണ്ട് ഇത് കൃത്യമായി പഠിച്ചു വെക്കണം. നാസിഫുൽ യാസിദിയുടെ മക്കാമയുടെ പേരാണ് മജ്മഉൽ ബഹറൈനി, മജ്മഉൽ ബഹറൈനി എന്നുള്ളത്. ഇനി തഹ്തറായത്തുൽ ഖുർആൻ, തഹ്തറായത്തുൽ ഖുർആൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? തഹ്തറായത്തുൽ ഖുർആൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ത്വഹ ഹുസൈൻ ആണോ, മുസ്തഫ സ്വാദിഖ് റാഫിഈ ആണോ, അബ്ബാസ് മഹമൂദ് അൽ അക്കാദ് ആണോ, ഷൗക്കി വൈഫാണോ? ആരാണ്? മുസ്തഫ സ്വാദിഖ് റാഫിഈയുടെ പുസ്തകമാണ് തഹ്തറായത്തുൽ ഖുർആൻ. ഓക്കെ, ഇനി ഒരു ചോദ്യം കൂടി. നിങ്ങളുടെ ചോദ്യങ്ങളിലൂടെ ഞാൻ ഇന്നൊന്ന് വലച്ചിട്ട് നിങ്ങളൊക്കെ ഞാൻ കണ്ടന്റ് പഠിപ്പിക്കുന്നുള്ളൂ. ജരീദത്തുൻ അസ്സസഹ ജമാലുദ്ദീൻ അൽ അഫ്ഗാനി
മുഹമ്മദ് അബദ ഫി പാരിസ്. അതായത് ജമാലുദ്ദീനുൽ അഫ്ഗാനിയും മുഹമ്മദ് അബുദയും പാരിസില് സ്ഥാപിച്ച ജരീദ പത്രത്തിന്റെ പേരെന്താണെന്നുള്ളത്. വക്കായുൽ മിസ്രിയയാണോ, അൽ അഹ്റാമാണോ, വാദിയൻ നീലാണോ, അൽ ഉർവത്തുൽ ഉസ്കയാണോ, ഏതാണ്? ഓക്കെ, നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. അൽ ഉർവത്തുൽ ഉസ്ക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാന് പ്രധാനമായിക്കൊണ്ടും ഈ ഒരു വിഷയത്തിലേക്ക് നസറുൽ അറബി ഫിലാസുൽ ഹദീസ് എന്ന ഒരു വിഷയത്തിലേക്ക് വരികയാണ്. എന്റെ സ്ക്രീനും ഒക്കെ ആണല്ലോ അല്ലെ, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പോ അവാമിലി നഹ്ദ അല്ലെങ്കിൽ ആധുനിക സാഹിത്യത്തിന്റെ അല്ലെങ്കിൽ നവോത്ഥാനത്തിനുള്ള പ്രധാനപ്പെട്ട എലമെന്റുകളെന്നോ അല്ലെങ്കിൽ ഈ ആധുനിക സാഹിത്യത്തിന്റെ നവോത്ഥാനത്തിനുണ്ടായ കാരണങ്ങൾ രണ്ട് രൂപത്തിൽ ഇത് പറയാറുണ്ട്. ഒന്ന്, 1798 നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ നേതൃത്വത്തില് 1798 ഈജിപ്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രഞ്ചുകാര് അധിനിവേശം നടത്തുന്നുണ്ട്. അത് ഒന്നാമത്തെ കാരണം, ഹംലത്തുൽ ഫറൻസിയ അലാ മിസർ, ഈജിപ്തിന്റെ മേലുള്ള ഫ്രഞ്ച് അധിനിവേശം എന്നുള്ളത്. അതിനുശേഷം ഒരു തുർക്കിക്കാരനായിട്ടുള്ള മുഹമ്മദ് അലി ബാഷ എന്ന് പറയുന്ന സൈനിക നേതാവ് അവിടെ പിന്നീട് ഭരണം ഏറ്റെടുക്കുന്നുണ്ട്. 1802 മുതൽ 1898 നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ത് ചെയ്യുന്നത്, ഈജിപ്തിലേക്ക് വരുന്നത്. അപ്പൊ അതിനുശേഷം ഒരുപാട് സംഘടനകൾ നടക്കുകയും 1802 ആകുമ്പോഴത്തേക്കും ഈജിപ്തിൽ നിന്നും എന്ത് ചെയ്യാണ്, ഫ്രഞ്ചുകാരെ പുറത്തേക്കുകയാണ്. അവിടെ പിന്നീട് മുഹമ്മദ് അലി ബാഷയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഭരണാധികാരിയെ കൊണ്ട് നിലവിൽ വരുന്നത്. അപ്പൊ അദ്ദേഹം ഒരുപാട് ഭരണ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. അതിൽ പെട്ടതാണ് തഅലീം. ഒരുപാട് ഇപ്പം ജാമിഅ മിസ്രിയ, ഈജിപ്ഷ്യൻ യൂണിവേഴ്സിറ്റി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് വൈദേശിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തഅലീമിന് വേണ്ടിയിട്ട് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഹമ്മദ് അലി ബാഷ അവിടെ എടുക്കുന്നുണ്ട്. മാത്രമല്ല വൈജ്ഞാനിക സംഘങ്ങളെ, അൽ ബഅ്സാത്തുൽ ഇൽമിയ, പുറത്തുപോയി പഠിക്കാൻ, അറബി നാട്ടിൽ നിന്നും പുറത്തുപോയി പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വൈജ്ഞാനിക സംഘങ്ങളെ അദ്ദേഹം പറഞ്ഞയക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മദ്രസത്തുൽ അൽസിൻ എന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? മദ്രസത്തു അൽസിന് റിഫാഅത്ത് തഫ്താവി സ്റ്റാർട്ട് ചെയ്ത മദ്രസത്തു അൽസിനിലൂടെ ഒരുപാട് സാഹിത്യ വിവർത്തനങ്ങൾ നടക്കപ്പെടുന്നുണ്ട്. അതാണ് ഹറക്കത്ത് തർജുമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ തിബാ എന്ന് വെച്ചാൽ പ്രസ് എന്നാണ്. ഇപ്പൊ പ്രസ് എന്ന് പറയുമ്പോ ആദ്യത്തെ ഗുട്ടൻബർഗ് എന്ന് പറയുന്ന വ്യക്തിയാണ്, മനസ്സിലാക്കുക. ഗുട്ടൻബർഗ് എന്ന് പറയുന്ന വ്യക്തിയാണ് ലോകത്ത് ആദ്യമായിട്ട് പ്രിന്റിംഗ് നടത്തുന്നത്, ഗുട്ടൻബർഗ്. അതിനുശേഷം 1702 അറബ് ലോകത്ത് ആദ്യമായിട്ട് പ്രസ് വരുന്നത്. പിന്നീട് ഈ മദ്രസത്തു അൽസിൻ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രസ്സുകൾ നടക്കുന്നുണ്ട്. പിന്നെ ജേണൽ, ഇപ്പൊ ആ 1800 പബ്ലിഷ് ചെയ്തിട്ടുള്ള ആ തൻവീഹിലൂടെയാണ് അറബ് ലോകത്തേക്ക് എന്ത് ചെയ്യുന്നത്, സിഹാഫയുടെ കടന്നു വരുന്നത്. പിന്നെ ആദ്യത്തെ പത്രം എന്നറിയപ്പെടുന്നത് അൽ വക്കായുൽ മിസ്രിയാണ്. 1828 പബ്ലിഷ് ചെയ്ത അൽ വക്കായുൽ മിസ്രിയയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, സിഹാഫ, ജേണലിസം എന്ന അല്ലെങ്കിൽ പത്രം എന്നതിലേക്ക് അറബികൾ എത്തിച്ചേരുന്നത്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ഹിയാൽ തുറാസുൽ ഖദീം. വൈജ്ഞാനികമായിട്ടുള്ള അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള അറബികളുടെ ഗ്രന്ഥങ്ങളും അല്ലെങ്കിൽ അറബികളുടെ വിജ്ഞാനങ്ങളും റീക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു കാലഘട്ടമാണ്. ഇതെല്ലാം ഈ നഹ്ദയ്ക്ക് കാരണമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ മക്തബാത്തുകൾ, ലൈബ്രറികൾ, അതുപോലെ തന്നെ മജാമിഉൽ ലുഗവിയ്യ, യൂണിവേഴ്സിറ്റികള്, അൽ ഇസ്തിഷ്റാഖ്, ഓറിയന്റലിസം എന്ന് പറയുന്നത് പാശ്ചാത്യരായിട്ടുള്ള സാഹിത്യകാരന്മാര് അറബികളെ കുറിച്ച് പഠിക്കുന്നതിനാണ് നമ്മൾ ഇസ്തിഷ്റാഖ് അഥവാ ഓറിയന്റലിസം എന്ന് പറയുന്നത്. മനസ്സിലാക്ക, പാശ്ചാത്യരായിട്ടുള്ള ജനങ്ങളെ, അറബികളെ കുറിച്ച് പഠിക്കുന്നതിനാണ് നമ്മൾ ഓറിയന്റലിസം എന്ന് പറയുന്നത്.
പിന്നെ ഒന്നാണ് റേഡിയോ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ, റേഡിയോ, നാടകം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോ ഏകദേശം 10-12 കാരണങ്ങളുണ്ട്. ഒന്ന് ഫ്രഞ്ച് അധിനിവേശമാണ്, പിന്നെ മുഹമ്മദ് അലി ബാഷിയുടെ നേതൃത്വത്തിലുള്ള ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ആണ്, പിന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ള വിപ്ലവമാണ്, അപ്പോൾ തന്നെ ബഅ്സാത്തുൽ ഇൽമിയ വൈജ്ഞാനികമായിട്ടുള്ള സംഘങ്ങളെ മുഹമ്മദ് അലി ബാഷ പഠിക്കാനായിട്ട് പുറത്തയച്ചിട്ടാണ്, ട്രാൻസ്ലേഷനിലൂടെയാണ്, പ്രിന്റിങ്ങിലൂടെയാണ്, ജേർണലിസത്തിലൂടെയാണ്. അതേപോലെ തന്നെ തുറാസുൽ കദീം പരമ്പരാഗതമായിട്ടുള്ള കാര്യങ്ങളുടെ പുനരുജ്ജീവനത്തിലൂടെയാണ്. അതേപോലെ തന്നെ മക്തബാത്തുകൾ, കുറെ അധികം ലൈബ്രറികളിലൂടെയാണ്, ഓറിയന്റലിസത്തിലൂടെയാണ്, അതോടൊപ്പം തന്നെ ജംഇയ്യാത്തുൽ ഇൽമിയ അതിലൂടെയാണ്, അതുപോലെ തന്നെ റേഡിയോ, അതോടൊപ്പം തന്നെ ടെലിവിഷൻ, നാടകങ്ങളിലൂടെയൊക്കെയാണ്. ക്ലിയർ ആയിട്ടോ? നമ്മൾ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടോ? ജസ്റ്റ് ഒന്ന് റിപ്ലൈ ചെയ്യണേ, ടൈപ്പ് ചെയ്താൽ മതി മനസ്സിലായിട്ടുണ്ടെങ്കിൽ. ഓക്കെ. അപ്പോ നമ്മൾ പറഞ്ഞ ആദ്യത്തെ വ്യക്തിയാണ്, നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പറയേണ്ട ആദ്യത്തെ വ്യക്തിയാണെന്ത്? റിഫാഅ തഹ്താവി. ഓക്കെ, റിഫാഅ തഹ്താവി. അദ്ദേഹം 1801 ജനിക്കുകയും 1871 മരിക്കുകയും 73 മരിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് റിഫാഅ തഹ്താവി. അദ്ദേഹം ഒരു ഈജിപ്തുകാരനാണ്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, നിങ്ങൾ പഠിക്കുമ്പോൾ ഈജിപ്തിയാണോ തുനീഷ്യയാണോ അങ്ങനെയൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹം ഒരു ഈജിപ്തുകാരനാണ്. ഇദ്ദേഹത്തെ അറിയപ്പെടുന്ന റായിദുൻ നസ്റുൽ അറബിൽ ഹദീസ്, ആധുനിക അറബി സാഹിത്യത്തിന്റെ പിതാവ് എന്ന് അദ്ദേഹത്തെ അറിയപ്പെടുന്നു. ആധുനിക ഗദ്യ സാഹിത്യത്തിന്റെ പിതാവ് എന്ന് അദ്ദേഹത്തെ പറയാറുണ്ട്. മാത്രമല്ല അഹദു അർക്കാനുൽ നഹ്ദത്തുൽ ഹദീസ, മാത്രമല്ല എന്താണ്, നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ, ആധുനിക നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ഒരു കേന്ദ്ര ബിന്ദുവാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ 3 പോയിന്റ് പറഞ്ഞു. ഒന്നും കൂടി കേട്ടോ. അദ്ദേഹം ഒരു ഈജിപ്തുകാരനാണ്, മാത്രമല്ല ആധുനിക ഗദ്യ സാഹിത്യത്തിന്റെ റായിദാണ്, മാത്രമല്ല വൈജ്ഞാനിക സാഹിത്യത്തിന്റെ ഒരു റുക്കനാണ് എന്ന് പറയാം. ഇനി ഇദ്ദേഹത്തെ പഠിക്കാനായിട്ട് പറഞ്ഞയക്കുന്നത് ഫ്രാൻസിലേക്കാണ്. അദ്ദേഹം ഫ്രാൻസിൽ ചേർന്നുകൊണ്ട് പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇദ്ദേഹം ഫ്രാൻസിൽ നിന്ന് തിരികെ വന്നതിന് ശേഷം മദ്രസത്തു അൽസിൻ അഥവാ എന്താണ്, ട്രാൻസ്ലേഷൻ സ്കൂൾ ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യാണ്, മുഹമ്മദ് അലി ഭാഷ ഉണ്ടാക്കുകയാണ്. ഓക്കെ, മുഹമ്മദ് അലി ഭാഷ എന്ത് ചെയ്യാണ്, റിഫാഅ തഹ്താവിയുടെ നേതൃത്വത്തില് മദ്രസത്തുൽ അൽസിൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇദ്ദേഹത്തെ കുറിച്ച് പറയാറുണ്ട്, ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ജേണൽ അറബിയിലേക്ക് കൊണ്ടുവന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, വക്കായുൽ മിസ്രിയ എന്ന് പറയുന്ന അറബിയിലെ ആദ്യത്തെ പത്രമാണ് വക്കായുൽ മിസ്രിയ. 1828 അത് പബ്ലിഷ് ചെയ്തത് നമ്മൾ പറയാനുള്ളത്. ഇതിന് മുമ്പ്, അതായത് 1804-6 കാലയളവിലാണ് ഈ വക്കായുൽ മിസ്രിയയുടെ തുടക്കകാലം എന്ന് പറയാം. അക്കാലഘട്ടങ്ങളിൽ വക്കായുൽ മിസ്രിയ പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്നത് അറബിയിലും തുർക്കിയിലുമായിരുന്നു. കാരണം അന്ന് തുർക്കികളാണ് അവിടെ ഭരിക്കുന്നത്. അപ്പൊ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് അറബികളും തുർക്കികളുമാക്കിയത്. പിന്നീട് അത് കംപ്ലീറ്റ്ലി അറബിയിലേക്ക് കൊണ്ടുവരികയും അറബിയിൽ അത് പത്രമാവുകയും ചെയ്യുന്ന 1828 അത് റിഫാഅ തഹ്താവിയുടെ നേതൃത്വത്തിലാണ്. ഇദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകമാണ് തഖ്ലീസുൽ ഇബ്രീസ് ഫി തൽഖീസി പാരീസ് എന്നുള്ളത്. തഖ്ലീസുൽ ഇബ്രീസ് ഫി തൽഖീസി പാരീസ്. അതുപോലെ തന്നെ മവാഖിഉൽ അഫ്ലാഖി ഫി വഖാഇഉ തലീമാക്ക്. അപ്പൊ ഈ 2 പുസ്തകങ്ങളാണ് നമ്മൾ പഠിച്ചത് അല്ലെ, തഖ്ലീസുൽ ഇബ്രീസും ഓക്കെ, പിന്നെ മവാഖിഉൽ അഫ്ലാഖ്. ഓക്കെ, 2 തുടക്ക പേര് പഠിച്ചാൽ മതി, നിങ്ങൾ വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, തുടക്കത്തിലുള്ള പേര് പഠിച്ചാൽ മതി. തഖ്ലീസുൽ ഇബ്രീസും മവാഖിഉൽ അഫ്ലാഖും, ഗോളങ്ങളുടെ സമയവും അതോടൊപ്പം തന്നെ ഇബ്രീസിനെ ഷോർട്ടാക്കൽ എന്നുള്ളതാണ്. നമ്മൾ ചുരുക്കത്തിൽ അതിന്റെ മലയാളം പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, അപ്പൊ ഒന്നും കൂടി പറയാണ്, അദ്ദേഹം ഒരു ഈജിപ്തുകാരനാണ്. അൽസിൻ ഇദ്ദേഹമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ പത്രം ഇദ്ദേഹമാണ്. മാത്രമല്ല വക്കായുൽ മിസ്രി അറബിയിലേക്ക് വിവർത്തനം ചെയ്യുന്നത് ഇദ്ദേഹമാണ്. ഇനി സയ്യിദ് കുത്തുബ്, വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് സയ്യിദ് കുത്തുബ്. ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് മുനവ്വിറുൽ ഇസ്ലാമി എന്നാണ്. ഓക്കെ, മുനവ്വിറുൽ ഇസ്ലാമി, അതായത് ഇസ്ലാമിക എന്താണ് വീക്ഷണങ്ങളുടെ ഒരു വ്യക്തി എന്നുള്ളതാണ്. അപ്പൊ മുനവ്വിറുൽ അദബുൽ ഇസ്ലാമി എന്നൊക്കെ കുറെ ആൾക്കാരെ പറയാറുണ്ട്. അപ്പൊ ഇദ്ദേഹം അദീബുൻ, ഒരു സാഹിത്യകാരനാണ്. വകാതിബുൻ, ഒരു എഴുത്തുകാരനാണ്. മുനവ്വിറുൽ ഇസ്ലാമി, ഇസ്ലാമിക വീക്ഷകനാണ്.
മിസ്രിയുൻ ഒരു ഈജിപ്തുകാരനാണ്. നമ്മൾ 4-5 പോയിന്റുകൾ പഠിച്ചു ഇദ്ദേഹത്തെ പറ്റി അല്ലെ. ഇദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ ഇതൊന്നും കാണൂല, 2 പോയിന്റ് എക്സാം പേപ്പറിൽ കാണുള്ളൂ. അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ പുസ്തകം ഫീ ലിലാലുൽ ഖുർആൻ എന്നാണ്. ഇദ്ദേഹത്തിന്റെ തഫ്സീറിന്റെ പേരാണ് ഫീ ലിലാലുൽ ഖുർആൻ. അത് മാത്രമേ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ ചാൻസ് ഉള്ളൂ. പിന്നെ ഇദ്ദേഹം ഏത് സാഹിത്യ രാഷ്ട്രത്തിൽപ്പെട്ട, ഇദ്ദേഹം ഏത് രാഷ്ട്രീയനാണ് എന്ന് ചോദിക്കുക, അതായത് ഈജിപ്തിയാനാണോ അതുപോലെ തന്നെ ലെബനോണിസ്റ്റ് ആണോ എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത ഒരു വ്യക്തിയാണ് മുഹമ്മദ് അൽ മുബൈലഹി. മുഹമ്മദ് അൽ മുബൈലഹി ഇദ്ദേഹം ഒരു ഈജിപ്തുകാരനാണ്. കെയ്റോയിലാണ് ജനിക്കുന്നത്. ഇദ്ദേഹം എന്ത് ചെയ്യാണ്, ഒരു മക്കാമ എഴുതുന്നുണ്ട്. ആ മക്കാമയുടെ പേരാണ് ഹദീസു ഈസ ബിൻ ഹിഷാം. ഹദീസു ഈസ ബിൻ ഹിഷാം 1907 പബ്ലിഷ്. നിങ്ങൾ വർഷമൊന്നും പഠിക്കണ്ട, 1907 പബ്ലിഷ്. ഹദീസ് ഈസ ബിൻ ഹിഷാമിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനാകുന്നത്. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് പഠിക്കണം. എന്താണ്? ബദിഉസ്സമാനുൽ ഹമദാനി എങ്ങനെയാണോ തന്റെ പുസ്തകങ്ങൾ മക്കാമ രചിച്ചത്, അതേ മെത്തേഡിലാണ് ഹദീസ് ഈസ ബിൻ ഹിഷാം എഴുതുന്നത്, മുഹമ്മദ് അൽ മുബൈലഹി എഴുതുന്നത്. എനിക്കറിയാം നിങ്ങൾക്ക് എന്താണ് മക്കാമ എന്ന് പലർക്കും അറിഞ്ഞൂടാ. ഐ മീൻ റൈറ്റ്? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യണേ. മക്കാമ എന്താണെന്ന് പോലും കേട്ടിട്ടില്ല ഒരാളെങ്കിലും ഉണ്ടോ? ഒരാളെങ്കിലും ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് സങ്കടപ്പെടണ്ട, അത് നമ്മൾ അടുത്ത ക്ലാസ്സിലായിക്കൊണ്ട് എന്ത് ചെയ്യും, മക്കാമ എന്താണെന്നുള്ളത് അബ്ബാസിയ കാലഘട്ടം ചർച്ചയെ നടത്ത് അധ്യാപകൻ പഠിപ്പിച്ചു തരും, ടീച്ചർ പറഞ്ഞു തരും കേട്ടോ ഇൻഷാ അല്ലാഹ്. അപ്പോ ബദിഉസ്സമാൻ ഹമദാനിയുടെ മക്കാമയുടെ അതേ രൂപത്തിലാണ് ഹദീസ് ഈസ ബിൻ ഹിഷാം എന്നുള്ളത് മുഹമ്മദ് അൽ മുബൈലഹി എഴുതുന്നത്. ഇത് നിർബന്ധമായി പഠിക്കണം, എക്സാമിന് ചോദിക്കും. ഇനി അടുത്തൊരു വ്യക്തിയാണ് മുസ്തഫ സ്വാദിഖ് അറാഫി. പേര് പഠിക്കണേ, കാരണം മുസ്തഫ ലുത്തുഫി അൽ മൻഫലൂത്തി എന്ന പേരിൽ മറ്റൊരാളുണ്ട്, പഠിക്കാനുണ്ട്, ഇനി പഠിക്കാം നമ്മള്. ഇത് വേറൊരാളാണ് മുസ്തഫ സ്വാദിഖ് അറാഫി എന്നുള്ളത്. അപ്പൊ 2 പേര് മാറിപ്പോകരുത്. ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് മുഅ്ജിസത്തുൽ അദബുൽ അറബി എന്നാണ്. അറബി സാഹിത്യത്തിന്റെ മുഅ്ജിസത്ത്, അമാനുഷികത എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടാറുള്ളത്. എങ്ങനെ? അറബി സാഹിത്യത്തിന്റെ അമാനുഷികത എന്നാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഇദ്ദേഹം ജനിക്കുന്നത് ഈജിപ്തിലെ തൊന്തയിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. യന്തമില മസത്തുൽ ഹാഫിദീൻ അഥവാ നിയോ ക്ലാസിക്കൽ സാഹിത്യകാരന്മാരിൽ ഒരാൾ. നമ്മൾ ഈ പറഞ്ഞ മഹ്മൂദ് സാമി അൽ ബാറൂദിയെയും ഇഫാൾ തഖ്താവിയൊക്കെ പോലെ ക്ലാസിക് എഴുത്തുകാരിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് മുസ്തഫ സ്വാദിഖുർ റാഫിഈ. ഇദ്ദേഹത്തെ നമ്മൾ പഠിക്കേണ്ടത് ഇദ്ദേഹത്തിന് ഒരു 4-5 പുസ്തകങ്ങളിലൂടെയാണ്. ഒന്ന് വഹിയുൽ കലം എന്ന് പറയുന്ന മജ്മുഅത്തുൽ മഖാലാത്താണ്. മക്കാലകളിലൂടെ ഒരു സാഹിത്യ ശേഖരണമാണ് വഹിയുൽ കലം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിക്കേണ്ടത് തഹ്ത റായത്തുൽ ഖുർആൻ അഥവാ ഇദ്ദേഹം എഴുതുന്ന ഒരു പുസ്തകം തഹ്ത റായത്തുൽ ഖുർആൻ. അതിന്റെ പിന്നീട് ത്വാഹുസൈനൊക്കെ നിരൂപണം നടത്തുന്നുണ്ട് തഹ്ത റായത്തുൽ ഖുർആൻ. അതുപോലെ തന്നെ അലസഫൂദ് എന്ന് പറയുന്നത് അക്കാദ് എഴുതിയ പുസ്തകത്തിന് ഒരു റദ്ദ് ചെയ്തുകൊണ്ട് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമാണ്, നിരൂപണ സാഹിത്യമാണ് അലസഫൂദ് എന്ന് പറയുന്നത്. ഇനി വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് താരീഖു ആദാബുൽ അറബ്. ഓക്കെ, താരീഖു ആദാബുൽ അറബ്. നിങ്ങളെ മനസ്സിലാക്കാൻ ഞാൻ പറയാണ്, താരീഖു ആദാബുൽ അറബ് മുസ്തഫ സ്വാദിഖ് റാഫിഈയുടെയാണ്. താരീഖു അദബുൽ അറബി എന്നുള്ളത് ആരുടേതാണ്? അഹമ്മദ് ഹസൻ സയ്യാത്തിന്റെയാണ്. താരീഖു ആദാബു അൽ-ലുഗത്തുൽ അറബിയ എന്നുള്ളത് ജുർജി സൈദാന്റെയാണ്. ഒന്നും കൂടി ഞാൻ പറയാം. താരീഖു ആദാബുൽ അറബ് മുസ്തഫ സ്വാദിഖ് റാഫിഈ. താരീഖു അൽ അദബുൽ അറബി അത് ഹസൻ സയ്യാത്ത്. താരീഖു ലുഗത്തുൽ അറബിയ, താരീഖുൽ ലുഗത്തുൽ അറബിയ, താരീഖു ആദാബുൽ ലുഗത്തുൽ അറബിയ എന്ന് പറയുന്നത് ജുർജി സൈദാന്റെ പുസ്തകമാണ്. ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം, ഓർത്തിരിക്കണം, മറന്നു പോകരുത്. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന ഒരു വ്യക്തിയുടെ പേര് യൂസുഫുൽ ഖർളാവി എന്നുള്ളതാണ്. ഈ വ്യക്തിയെ കുറിച്ച് ഞാൻ നിങ്ങളോടൊരു കാര്യം തുടക്കത്തിലെ പറയാം. 2022
മരണപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു യൂസുഫുൽ ഖർളാവി. യൂസുഫുൽ ഖർളാവി 2022 മരിക്കും വരേക്കും 2020 മുതൽ 2022 വരെയുള്ള ചോദ്യ പേപ്പറുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങൾ യൂസുഫുൽ ഖർളാവിയുമായിട്ട് എന്താണ് ബന്ധപ്പെട്ടതായിട്ട് കാണാം. ഉമർ ഫറൂഖിനുണ്ട് താരിഖുൽ അദബുൽ അറബി, കറക്റ്റ് ആണ്. അപ്പോ യൂസുഫുൽ ഖർളാവിക്കുന്നുണ്ട് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനി ചോദിക്കാൻ എന്താണ്, നമ്മൾ മഴയുണ്ടെങ്കിൽ മഴയില്ല എന്ന് പറയുന്നത് പോലെ ചോദിക്കാനും ചോദിക്കാതിരിക്കാനും സാധ്യതയുള്ളതാണ്. ഞാൻ ഇൻഷാ അല്ലാഹ് അവസാനം പറയാം. അപ്പൊ യൂസുഫുൽ ഖർളാവിയുടെ പേര് യൂസുഫ് അബ്ദുള്ള അൽ ഖർളാവി എന്നുള്ളതാണ്. ഇദ്ദേഹം ആലിമുൻ മിസ്രി, ഒരു ഈജിപ്ഷ്യൻ ഇസ്ലാമിക പണ്ഡിതനാണ് യൂസുഫുൽ ഖർളാവി. അസ്ഹരിയുൻ, ഇദ്ദേഹം അസ്ഹറിൽ നിന്നും പബ്ലിഷ് ചെയ്തിട്ട് അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു വ്യക്തിയാണ്. അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങിയ ഒരു വ്യക്തിയാണ്. ജിൻസിയത്തുൽ ഖത്തരിയ, ഖത്തർ എന്താണ് ജിൻസിയത്ത്, ഓക്കെ, ഖത്തറിനുള്ള നാഷണാലിറ്റി ലഭിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. മാത്രമല്ല റഈസു സാബിഖ് വൽ മുഅസ്സിസ്, എന്താണ് അദ്ദേഹം ഒരു മുൻകാലത്ത് ഒരു എന്താണ് റഈസു സാബിഖ്, അദ്ദേഹം ഒരു മുൻ പ്രസിഡന്റ് ആണ്. വൽ മുഅസ്സിസുൽ ഇത്തിഹാദുൽ ആലമി ലിൽ ഉലമാ അൽ മുസ്ലിമീൻ, എന്താണ് ഇസ്ലാമിക പണ്ഡിതന്മാരുടെ ഒരു മുഅസ്സിസ് കൂടിയാണ് അദ്ദേഹം. ഇദ്ദേഹത്തിന് ഏകദേശം 120ഓളം പുസ്തകങ്ങളുണ്ട്. ഇദ്ദേഹത്തിന്റെ ഈ ഒരു പുസ്തകമുണ്ട് അൽ ഹലാൽ വൽ ഹറാം ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ ഹലാല് ഹറാം എന്നുള്ള വിഷയത്തിലും അതുപോലെ അൽ ഫിഖഹുൽ ഇസ്ലാമി എന്ന വിഷയത്തിലും ഇദ്ദേഹത്തിന് പുസ്തകങ്ങളുണ്ട്. ഓക്കെ, ബാങ്ക് കഴിഞ്ഞായിരുന്നോ? ബാങ്ക് കഴിഞ്ഞ. ഓക്കെ, പിന്നെ അടുത്തത് സലീമുൽ ബുസ്താനിയുടെ ഒരു പുസ്തകമാണ്. സലീമുൽ ബുസ്താനിയുടെ ഫിഖ് സക്കാത്ത് എന്ന ബുക്ക് ഉണ്ട് അദ്ദേഹത്തിന്, ഉണ്ട്. പിന്നെ അടുത്തത് സലീമുൽ ബുസ്താനിയെ കുറിച്ചിട്ടാണ്. ഇപ്പം സലീമുൽ ബുസ്താനിയെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുക, അറബിയിലേക്ക് ഇല്യഡ് എന്ന പുസ്തകം അറബിയിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സലീമുൽ ബുസ്താനി എന്നാ പറയാം. സലീമുൽ ബുസ്താനി എന്ന് പറയുന്നത് ഇല്യഡ് എന്ന പുസ്തകം അറബിയിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തിയുടെ പേരാണ്. മറക്കല്ലും ഇല്യഡ് എന്ന പുസ്തകം അറബിയിലേക്ക് വിവർത്തനം ചെയ്ത വ്യക്തിയുടെ പേരാണ് സുലൈമാനുൽ ബുസ്താനി എന്നുള്ളത്. അദ്ദേഹം ലബനാനി സാഹിത്യകാരനാണ് ഈ പറയുന്ന സുലൈമാനുൽ ബുസ്താനി. ഇനി അടുത്തൊരു വ്യക്തിയാണ് മുഹമ്മദ് നാസിറുദ്ദീൻ ഹാജ് നൂഹ് അൽ അൽബാനി. ഓക്കെ, മുഹമ്മദ് നാസിറുദ്ദീൻ ഹാജ്. അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് സിൽസിലത്തുൽ അഹാദിസുൽ ളഈഫ വൽ മൗദൂഇയ്യ. ഓക്കെ, ഇദ്ദേഹത്തിന് ഒരുപാട് പുസ്തകങ്ങൾ വേറെ ഉണ്ട്. സിൽസിലത്തുൽ അഹാദിസുൽ ളഈഫ വൽ മൗദൂഇയ്യ, സിമിലർ ആയിട്ടുള്ള പുസ്തകങ്ങൾ വേറെ ഉണ്ട്. ഓക്കെ, പിന്നെ ഹുവ മുതഅസ്സിറുൻ ബി മജല്ലത്തി അൽ മനാർ ലി റഷീദ് റിളയുടെ മജല്ലത്തു അൽ മനാറുമായിട്ട് വളരെയധികം സ്വാധീനമുണ്ടായ ഒരു വ്യക്തിയായിരുന്നു ആര്? നാസിറുദ്ദീൻ അൽ ഹാജ്. ഇനി അടുത്തൊരു വ്യക്തിയാണ് ആയിഷ ബിന്ത് അബ്ദുറഹ്മാൻ, അഥവാ ആയിഷ ബിന്ത് ഷാത്തി എന്ന് നമ്മൾ പറയാറുണ്ട്. ആയിഷ ബിന്ത് ഷാത്തി എന്നോ ആയിഷ ബിന്ത് അബ്ദുറഹ്മാൻ എന്നോ പറയുന്ന ഒരു വ്യക്തിയാണ്. പ്രത്യേകത എന്ന് പറയുന്നത് ഈജിപ്തുകാരിയാണ്, ഒരു ഈജിപ്ഷ്യൻ റൈറ്റർ ആണ് ആയിഷ ബിന്ത് ഷാത്തി, ആയിഷ ബിന്ത് അബ്ദുറഹ്മാൻ.
ഈ ഉസ്താദത്തുൻ ജാമി ഒരു പ്രൊഫസർ ആയിരുന്നു. ഓക്കെ, ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ്. ആര്? ആയിഷ ബിന്ദു ഷാത്തിഇ. മറക്കല്ലും, ആയിഷ ബിന്ദു ഷാത്തിഇ എന്നുള്ളത് ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസർ ആയിരുന്നു. മാത്രമല്ല അസ്ഹർ യൂണിവേഴ്സിറ്റിയില് ആദ്യമായി കൊണ്ട് ഒരു സ്ത്രീ എന്ത് ചെയ്യാണ്? പഠിപ്പിക്കുന്നത്, ആദ്യമായിട്ട് ലെക്ചറിങ് നടത്തുന്നത് ആരാണ്? അത് ആയിഷ ബിന്ദു ഷാത്തിഇ ആണ്. ഒന്നും കൂടി പറയാം, ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസർ ആയിരുന്നു. മാത്രമല്ല അസ്ഹർ യൂണിവേഴ്സിറ്റിയില് ആദ്യമായിട്ട് ലെക്ചറിങ് ചെയ്യുന്ന വനിതയാണ് ആയിഷ ബിന്ദു അബ്ദുറഹ്മാൻ അഥവാ ആയിഷ ബിന്ദു ഷാത്തിഇ. മാത്രമല്ല ആദ്യമായിട്ട് മലിക് ഫൈസൽ, കിങ് ഫൈസൽ അവാർഡ് കിട്ടുന്ന വനിത കൂടിയാണ് ആയിഷ ബിന്ദു അബ്ദുറഹ്മാൻ. അപ്പോ ആദ്യമായി എന്ന് നമ്മൾ പറഞ്ഞത് ഒന്ന്, അവല് ഇംറഅത്തിൻ തുഹാദിറു ബിൽ അസ്ഹർ, അസ്ഹറിൽ ആദ്യമായി കൊണ്ട് എന്ത് ചെയ്തത്? ലെക്ചർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ആയിഷ അബ്ദുറഹ്മാൻ. മാത്രമല്ല മലിക് ഫൈസൽ കിട്ടിയിട്ടുള്ള ആദ്യത്തെ വനിത കൂടിയാണ് ആയിഷ അബ്ദുറഹ്മാൻ. ഓക്കെ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യോ. സ്പീഡ് കൂടി പോയിട്ടുണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് കുറച്ച് സ്ലോ ആക്കി പറഞ്ഞത്. നിങ്ങൾക്ക് ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്ത ഒരു വ്യക്തിയാണ് മുസ്തഫ അസ്സുബായി. ഈ മുസ്തഫ സുബായിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് നേരത്തെ നമ്മൾ പറഞ്ഞു ആയിഷ അബ്ദുറഹ്മാൻ ആണ് ആദ്യമായിട്ട് അസ്ഹറിൽ നിന്നും പഠിപ്പിക്കുന്ന വനിത എന്ന് പറഞ്ഞു. ഈ മുസ്തഫ സുബായിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആദ്യമായിട്ട് ശരീഅത്തില് അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും PhD ഡോക്ടറേറ്റ് കരസ്ഥമാക്കുന്ന ആദ്യത്തെ സിറിയക്കാരനാണ് മുസ്തഫ സുബായി. രണ്ടും മറക്കല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞത് ആയിഷ അബ്ദുറഹ്മാൻ ആണ് ആദ്യമായിട്ട് എവിടെ? അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന വനിത എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ പറയാണ് അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആദ്യമായി PhD കിട്ടുന്ന ഒരു സിറിയക്കാരനാണ് മുസ്തഫ അസ്സുബായി എന്നുള്ളത്. കാത്തിബുൻ ഇസ്ലാമിയൻ ഷഹീർ, ഒരു പ്രശസ്തനായ ഇസ്ലാമിക പണ്ഡിതനാണ് മുസ്തഫ അസ്സുബായി. അദ്ദേഹം ജനിക്കുന്നത് സിറിയയിലെ ഹിംസിലാണ് അദ്ദേഹം ജനിക്കുന്നത്. സിറിയയിലെ ഹിംസ്, ഉലിദ ബി ഹിംസ് മിൻ സിറിയ, സിറിയയിലെ ഹിംസിലാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ചില പുസ്തകങ്ങളാണ് അസുന്ന വ മക്കാനത്തിഹ ഫി തശ്രീഹ്. അസുന്ന വ മക്കാനത്തി ഫി തശ്രീഹ്, അതായത് ഇസ്ലാമിക ശരീഅത്തിലുള്ള സുന്നത്തിന്റെ ശ്രേഷ്ഠതകൾ എന്ന് പറയാം. സുന്നത്തിന്റെ ശ്രേഷ്ഠതകളല്ല, സ്ഥാനം എന്ന് പറയാം. പിന്നെ മിൻ റവാഇ ഹളാറത്തിന, ഞങ്ങളുടെ പൈതൃകത്തിനുള്ള മനോഹാരിതകളിൽ നിന്നും എന്നും പറയാം. അപ്പം ഇസ്ലാമിന്റെ പൈതൃകങ്ങളുടെ മനോഹാരിതത്തെ പറ്റിയിട്ടും അതിലുള്ള ശരീഅത്തില് സുന്നത്തിനുള്ള സ്ഥാനത്തെ പറ്റിയിട്ടും എഴുതിയ ആളുടെ പേരെന്താ? മുസ്തഫ അസ്സുബായി. നമ്മൾ പഠിച്ചു അല്ലെ. അദ്ദേഹം എവിടെയാ ജനിച്ചത്? സിറിയയിലെ ഹിംസിലാണ്. അപ്പൊ നമ്മൾ ഇനി മറക്കൂല. ഓക്കെ. ഇനി ഒരു ചോദ്യം നോക്കിക്കേ. ഫിഖ്ഹ് സക്കാത്ത് എന്ന് പറയുന്ന പുസ്തകം, നേരത്തെ ഒരാൾ ചോദിച്ചൊരു ചോദ്യമാണ്, അതിന് മറുപടി ഇവിടെ തരാന്ന് വിചാരിച്ചു. ഫിഖ്ഹ് സക്കാത്ത് എന്ന് പറയുന്ന പുസ്തകത്തിന് എഴുതിയതാരാണ്? യൂസുഫ് ഇദ്രീസ് ആണോ? അബ്ബാസ് മഹ്മൂദ് അൽ അക്കാദ് ആണോ? റഷീദ് റിദയാണോ? യൂസുഫുൽ അൽ കർലാവി ആണോ? യെസ്, യൂസുഫ് അൽ കർലാവിയുടെ പുസ്തകം തന്നെയാണ് ഫിഖ്ഹ് സക്കാത്ത് എന്ന് പറയുന്ന പുസ്തകം. ഫിഖ്ഹ് സക്കാത്ത് ആരുടെ പുസ്തകമാണ്? യൂസുഫുൽ കർലാവിയുടെ പുസ്തകം. അതൊരു ചോദ്യം. ആലിമുൻ മഷ്ഹൂറുൻ ഇസ്തൗതന ദൗലത്ത് ഖത്തർ, ഖത്തറിൽ സ്ഥിരതാമസമാക്കിയിട്ടുണ്ടായിരുന്ന പ്രശസ്ത പണ്ഡിതൻ ആരാണ്? ജമാലുദ്ദീൻ അൽ അഫ്ഗാനി, മുഹമ്മദ് അബ്ദ, റഷീദ് റിള, യൂസുഫുൽ അൽ കർലാവി.
ഓക്കെ, യൂസുഫുൽ കർദാവിയാണ്. ഇനി അടുത്തത് നൂറുൽ യഖീൻ എന്ന് പറയുന്നത് ഷെയ്ഖ് മുഹമ്മദ് ഹലരി ബക്കിന്റെ പുസ്തകമാണ്. നൂറുൽ യഖീൻ എന്ന് പറയുന്നത് മുഹമ്മദ് ഹലരി ബക്ക് എന്ന് പറയുന്ന ആൾ എഴുതിയ പുസ്തകമാണ്. അത് ഏത് വിഷയത്തിലുള്ള പുസ്തകമാണ്? ഫി ഫന്നി, ഏത് വിഷയത്തിലുള്ളതാണ്? ഫിഖിലെയാണോ, തസവുഫിലെയാണോ, ഹദീസിലെയാണോ, സീറയിലെ പുസ്തകമാണോ? പല പല ആൻസറുകൾ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് അറിഞ്ഞൂടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് തെറ്റിക്കോട്ടെ, നിങ്ങൾ ആൻസർ ചെയ്യൂ, എല്ലാരും ആൻസർ ചെയ്യൂ. ഓക്കെ, നമുക്ക് ഉത്തരം നോക്കാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനന കാലഘട്ടം കുറിച്ച് വഫാത്ത് വരെയുള്ള കാര്യങ്ങൾ വളരെ വിശദീകരിച്ച് എഴുതിയിട്ടുള്ള മുഹമ്മദുൽ ഖദരി ബക്കിന്റെ ഒരു പുസ്തകമാണ് എന്ത്? സീറത്തു നബവിയിലുള്ള പുസ്തകമാണ് നൂറുൽ യഖീൻ എന്ന പുസ്തകം. നൂറുൽ യഖീൻ എന്ന പുസ്തകം. അപ്പൊ നിങ്ങൾ യഖീൻ ഉറക്കുക, അല്ലെ? നമ്മളൊക്കെ ഉമ്മമാര് പറയണ യഖീൻ ഉറച്ചോണം. നൂറുൽ യഖീൻ എന്ന പുസ്തകം ആരുടേതാണ്? മുഹമ്മദ് ഖദരി ബക്കിന്റെ സീറയിലെ പുസ്തകമാണ്. ഇനി എക്സാമിന് ചോദിക്കുക ആരുടെ പുസ്തകമാണ് എന്ത് നൂറുൽ യഖീൻ എന്നാകാം. ഇനി എക്സാമിന് ചോദിക്കാം, ഫന്ന് ചോദിക്കാൻ ചാൻസ് ഇല്ല. അപ്പൊ അത് കൃത്യമായി പഠിക്കുക. ഇനി അടുത്തത് സുലൈമാനുൽ ബുസ്താനിയുടെ അബ്റ വദിക്റ എന്ന പുസ്തകം. സുലൈമാനുൽ ബുസ്താനിയുടെ അബ്റ വദിക്റ എന്ന പുസ്തകം ഏത് മജാലിലുള്ളതാണ്? പൊളിറ്റിക്കൽ ആയിട്ടുള്ള പുസ്തകമാണോ? ഇക്തിസാദിയത്ത്, എക്കണോമിക്കൽ റിലേറ്റബിൾ ആണോ? അൽ വഅലി വൻ നസീഹത്തി, എന്താണ്, ഉപദേശമാണോ? തർബിയ, എഡ്യൂക്കേഷണൽ റിലേറ്റബിൾ ആണോ? അബ്റ വദിക്റ എന്ന് പറയാം. ഓക്കെ, അബ്റത്ത് വദിക്റ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പുസ്തകമാണ് കേട്ടോ. ഇതിന്റെ പൊളിറ്റിക്കൽ ശേഖരണങ്ങളിൽപ്പെട്ട ഒരു പുസ്തകമാണ് അബ്റ വദിക്റ എന്ന് പറയുന്നത്. ഈ പുസ്തകത്തെ കുറിച്ച് ഞാൻ നോട്ട്സിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, നിങ്ങൾ കൃത്യമായി തന്നെ ഓർത്തിരിക്കുക. അബ്റ വദിക്റ എന്ന പുസ്തകം സുലൈമാൻ അൽ ബുസ്താനിയുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പുസ്തകത്തിൽ പെട്ടതാണ്, മറക്കരുത്. ഇനി അടുത്തൊരു ചോദ്യം, മിനൽ മുഹദ്ദിസിൽ മുആസിർ, മിനൽ മുഹദ്ദിസുൽ മുആസിർ അല്ലദി ഇസ്തഹറ ബി സിൽസിലത്തുൽ അഹാദിസ് സ്വഹീഹ വൽ ളഈഫ. സിൽസിലത്തുൽ അഹാദിസ് സ്വഹീഹ വൽ ളഈഫ എന്ന പുസ്തകം കൊണ്ട് പ്രശസ്തനായിട്ടുള്ള സമകാലിക പണ്ഡിതൻ ആരാണ്? ഹംസ അൽ മലൈബാരി, ഇബ്നുൽ അത്തൈമീൻ, മുഹമ്മദ് നാസിറുദ്ദീൻ അൽ അൽബാനി, മഫ്തൂഹ് വ മഗ്ലഖ്. നമ്മളിപ്പോ ചർച്ച ചെയ്ത് നിർത്തിയതേ ഉള്ളൂ. സിൽസിലത്തുൽ അഹാദിസ് സ്വഹീഹ വൽ ളഈഫ. മാക്സിമം ടൈപ്പ് ചെയ്യുക കേട്ടോ. ഓക്കെ, മാക്സിമം ടൈപ്പ് ചെയ്യുക. കാരണം നമുക്ക് കൃത്യമായിട്ട് എല്ലാവർക്കും ഇത് വലിയൊരു മീറ്റിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ്. അവലു ഇംറാഅത്തിൻ തഹാലറു ഫി ജാമിയത്തുൽ അസ്ഹർ ഷരീഫ് ബിൽ ഖാഹിറ. ആരാണ്? അമൽ സുലൈമാൻ ഇബ്രാഹിം, സൽവ അബു മദിയൻ, നാസിക് അൽ മലായിക്ക, ആയിഷ ബിന്ത് ഷാത്തൈ. ഇപ്പൊ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. ആയിഷ ബിന്ത് ഷാത്തൈ ആണ് ആദ്യമായി കൊണ്ട് ഈജിപ്തിൽ അസ്ഹറില് എന്ത് ചെയ്യുന്നത്, മുഹാദറ ചെയ്യുന്ന, ലെക്ചറിങ് നടത്തുന്ന വനിത എന്ന് പറയുന്നത്. ഇതൊരു ചോദ്യം, കഴിഞ്ഞ എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. അസുന്ന വ മക്കാനത്തിഹാ ഫി തശ്രീഉൽ ഇസ്ലാമി. അസുന്ന വ മക്കാനത്തിഹാ ഫി തശ്രീഉൽ ഇസ്ലാമി. ഈ ഗ്രന്ഥം കിതാബുൻ ഫി മഷ്ഹൂർ, ഒരു പ്രശസ്ത ഗ്രന്ഥമാണ്. ഫിൽ മുദാഫിഅത്തിൻ അനി സുന്ന, അതായത് എന്താണ്, ഈ സുന്നത്തിനെ പറ്റിയിട്ടുള്ള. ഇത് രചിച്ചത് ആരാണ്? നാസിറുദ്ദീൻ അൽബാനിയാണോ? അബു അംർ ബിൻ സ്വലാഹ് ആണോ? അദ്ദക്തൂർ മുഹമ്മദ് ബിൻ തുഹാൻ ആണോ? അദ്ദക്തൂർ മുസ്തഫ ഹസനി അസ്സുബായി ആണോ? ടൈപ്പ് ചെയ്യുക, ടൈപ്പ് ചെയ്യുക.
ഓക്കെ, നമുക്ക് നോക്കാം. മുസ്തഫ ഹസനി അസുബായി ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അപ്പൊ ഇത്രയും പേരെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഏതിനെ പറ്റിയിട്ടായിരുന്നു? നമ്മുടെ പ്രധാനപ്പെട്ട നസറിലുള്ള വ്യക്തികളെ പറ്റിയിട്ടാണ്. ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ചാറ്റ് ചെയ്യോ, ക്ലിയർ ആണോ ഇല്ല എന്നുള്ളത്. ക്ലിയർ ആണോ? നമ്മൾ ഇത്രയും പറഞ്ഞത് പ്രധാനപ്പെട്ട വ്യക്തികളെ പറ്റിയിട്ടാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ ഷോർട്ട് സ്റ്റോറി റിലേറ്റഡ് ആണ്. ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത് നമുക്കറിയാം, ഷോർട്ട് സ്റ്റോറി എന്ന ചെറുകഥകളെയാണ് നമ്മൾ ഷോർട്ട് സ്റ്റോറി എന്ന് പറയാം. അപ്പൊ ഒരു ചോദ്യം നോക്കിക്കേ, ലൈസ മിൻ കുത്താബിൽ കിസ്സ കസീറ, ഷോർട്ട് സ്റ്റോറി റൈറ്റർ അല്ലാത്ത ഒരു വ്യക്തി ആരാണ്? മുഹമ്മദ് തൈമൂർ, മാറൂൻ നുക്കാഷ്, സക്കരിയ അത്താമിർ, മുസ്തഫ ലുതുഫി അൽ മൻഫലൂതി. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ചോദ്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഷോർട്ട് സ്റ്റോറി റൈറ്റർ അല്ലാത്ത വ്യക്തി എന്നാണ്, റൈറ്ററായ വ്യക്തി എന്നല്ല, റൈറ്റർ അല്ലാത്ത വ്യക്തി എന്നാണ് ചോദ്യം. ഓക്കെ, ഒരാള് ഡി പറഞ്ഞാൽ എല്ലാരും ഡിയിലേക്ക് വരും. എന്ത് നല്ല ഒരുമയുള്ള കുട്ടികളാ. ശരി, നമുക്ക് ഉത്തരം നോക്കാം. ഒരാൾക്കും ഇത് കണ്ടെത്താൻ കഴിയുന്നില്ല. കുത്താബിൽ കിസ്സാ കസീറ ഷോർട്ട് സ്റ്റോറി റൈറ്ററിൽ പെടാത്ത ആരാ? മാറൂൻ നുക്കാഷ് ആണ്. കാരണം ആദ്യമായി കൊണ്ട് നാടകം എഴുതുന്ന ആളാണ് മാറൂൻ നുക്കാഷ്. ബാക്കി പറയപ്പെട്ട മുഹമ്മദ് തൈമൂറും സക്കരിയ താമിറും മുസ്തഫ ലുത്തുഫിൽ മൻഫലൂത്തിയും എല്ലാം എന്താണ്? ഷോർട്ട് സ്റ്റോറി റൈറ്റേഴ്സിൽ പെട്ട വ്യക്തിയാണ്. അപ്പൊ നമ്മൾ ആദ്യമായി ചർച്ച ചെയ്യാൻ പോകുന്ന വ്യക്തിയുടെ പേരാണ് മുസ്തഫ ലുത്തുഫി അൽ മൻഫലൂത്തി. ഇദ്ദേഹത്തെ പറ്റി ഏറ്റവും ചുരുക്കാൻ പറ്റുന്ന ഇത്ര നോട്ടാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയും ചുരുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റുന്നത്, ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട്. ഓക്കെ, അപ്പൊ ഇദ്ദേഹത്തിന്റെ പേര് മുസ്തഫ ലുതുഫി അൽ മൻഫലൂത്തി എന്നാണ്. മുസ്തഫ ലുതുഫി അൽ മൻഫലൂത്തി എന്നാണ്. അദ്ദേഹവും ഒരു ഈജിപ്ഷ്യൻകാരനാണ്, ഈജിപ്തുകാരനാണ് മുസ്തഫ. അദ്ദേഹം ജനിക്കുന്നത് 1876 മൻഫലൂത്തിലാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മൻഫലൂത്തി എന്ന് വിളിച്ചത്. ഉസിയൂത്ത് പട്ടണത്തിലെ ഒരു പ്രദേശത്തില് മിൻ അബിൻ മിസ്രിയിൻ വ ഉമ്മിൻ തുർക്കുമാനിയത്തിൻ, ഒരു എന്താണ് ഈജിപ്തുകാരനായിട്ടുള്ള പിതാവിനും തുർക്കുമാനിയത്തായിട്ടുള്ള ഒരു ഉമ്മയ്ക്കും ആയിട്ടാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം ഖുർആൻ മനഃപ്പാടമാക്കുകയും മുഹമ്മദ് അബ്ദ എന്ന കാലഘട്ടത്തിലെ വളരെ വിഖ്യപ്രശസ്തനായ പണ്ഡിതന്റെ അടുത്ത്, നമ്മൾ നേരത്തെ പറഞ്ഞ മുഹമ്മദ് അബ്ദ അല്ലേ, അദ്ദേഹത്തിന്റെ അടുത്ത് നിന്നും അദ്ദേഹം എന്തുണ്ട്, ഖുർആൻ മനഃപ്പാടമാക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അൻ നവറാത്ത്, അൽ അബറാത്ത്, ഫി സബീൽ താജ്. ഞാൻ 3 പുസ്തകങ്ങളെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹത്തിനായി തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. അൻ നവറാത്ത്, അൽ അബറാത്ത്, അതുപോലെ തന്നെ എന്താണ് ഫി സബീൽ താജ്. ഈ 3 പുസ്തകങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. നവറാത്ത് എന്ന് പറയുന്നത് 3 ജിസ് ഉള്ള ഒരു എന്താണ് ഒരു പുസ്തകമാണ്, കസസാണെന്ത് നവറാത്ത് എന്ന് പറയുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട എക്സാമിന് ചോദിക്കുന്ന പുസ്തകങ്ങളാണ് അൽ ഗനി അൽ ഫഖീർ, ഫി ഖുർഫത്തുൽ അഹ്സാൻ. അതുപോലെ തന്നെ ഈ 2 പുസ്തകങ്ങളെ പറ്റിയിട്ട് മുമ്പ് എക്സാമിന് ചോദിച്ചിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തന്നെ കിസ്സത്തു അസിയാദ്, കിസ്സത്തു അസ്സൗജതൈനി, അപ്പോൾ തന്നെ കിസ്സത്തു മദീനത്തു സആദ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ, ഒരുപാട് കഥകളുണ്ട് ഈ പറയുന്ന നവറാത്തില് ഒരുപാട് കഥകൾ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ അബറാത്താണ്. അബറാത്ത് എന്ന് പറയുന്നത് 9 കഥകൾ അടങ്ങിയിട്ടുള്ള ഒരു പുസ്തകമാണെന്ത് അൽ അബറാത്ത് എന്ന് പറയാം. പിന്നെ മറ്റൊന്നാണ് ഫി സബീൽ താജ് എന്ന പുസ്തകം. അത് ഫ്രഞ്ചിൽ നിന്നും വിവർത്തനം ചെയ്തിട്ടുള്ള ഒരു ട്രാൻസ്ലേഷൻ ഗ്രന്ഥമാണ് ഫി സബീൽ താജ് എന്ന് പറയുന്നത്. അതൊരു
ഒരു എന്താണ്, ഒരു നാടക കവിതയാണ്. ഈ ഫി സെബീലി താജ് എന്ന് പറയുന്നത് ഒരു നാടക കവിതയാണ്. ഫ്രാൻസ് കോർപ്പ എന്ന് പറയുന്ന വ്യക്തി രചിച്ച ഒരു നാടക കവിത, ഫ്രഞ്ച് നാടക കവിതയെ അറബിയിലേക്ക് മുസ്തഫ ലുത്ഫുൽ മൻഫലൂത്തി വിവർത്തനം ചെയ്യുകയും അതിന് അദ്ദേഹം നൽകിയ പേരുമാണ് ഫി സെബീലി താജ്. അപ്പൊ 3 പുസ്തകങ്ങൾ നമ്മൾ പറഞ്ഞു. അൽ നളറാത്ത് മുസ്തഫ ലുത്ഫുൽ മൻഫലൂത്തി, അൽ അബറാത്ത് മുസ്തഫ ലുത്ഫുൽ മൻഫലൂത്തി, ഫി സെബീലി താജ് മുസ്തഫ ലുത്ഫുൽ മൻഫലൂത്തി. ഇനി അടുത്തൊരു വ്യക്തിയാണ് മുഹമ്മദ് തൈമൂർ. ഇദ്ദേഹത്തിന് നമ്മൾ പഠിക്കുന്നത് ഫിൽ ഖിത്താർ എന്ന് പറയുന്ന കിസ്സ, ഫിൽ ഖിത്താർ, ഫിൽ ഖിത്താർ എന്ന് പറയുന്ന കഥ അവ്വലു ഖിസ്സത്തുൻ അറബിയ്യത്തുൻ ഫന്നിയ കതബത്ത് ഫിൽ അദബിൽ അറബി. അറബി സാഹിത്യത്തിൽ ആദ്യമായി എഴുതപ്പെട്ട ഒരു ലക്ഷണമൊത്ത കഥയാണ്, അഥവാ എല്ലാ ലക്ഷണങ്ങളും, കഥയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ അനാസുറുകളും ഒത്ത ഒരേ ഒരു കഥയാണ് ഫിൽ ഖിത്താർ എന്ന് പറയുന്ന കഥ. ഓക്കെ, ഫിൽ ഖിത്താറിനെ പറ്റി പറയുന്ന ആദ്യത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് അവ്വലു ഖിസ്സത്തുൻ അറബിയത്തുൻ ഫന്നിയ, ഒരു ലക്ഷണമൊത്ത അറബി കഥയാണ് കതബത്ത് ഫിൽ അദബിൽ അറബി, അറബ് സാഹിത്യം രചിക്കപ്പെട്ട. അദ്ദേഹം മുഅസ്സിസുൽ അദബുൽ ഖിസസി വൽ മസ്റഹി ഫി മിസ്ർ, ഈജിപ്തിലുള്ള ഗദ്യ സാഹിത്യത്തിന്റെയും അതേപോലെ തന്നെ കഥയുടെയും നാടകത്തിന്റെയും എന്താണ് മുഅസ്സിസ്, സ്ഥാപകനാണ് മുഹമ്മദ് തൈമൂർ. ക്ലിയർ ആണോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ പറയൂ. ഓക്കെ, ക്ലിയർ. അടുത്തത് മഹ്മൂദ് തൈമൂർ ആണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം ജനിക്കുന്നത് ഈ തൈമൂറിലെ മുഹമ്മദ് തൈമൂറിന്റെ സഹോദരനാണ് മഹ്മൂദ് തൈമൂർ. മുഹമ്മദ് തൈമൂറിന്റെ സഹോദരനാണ് മഹ്മൂദ് തൈമൂർ. അദ്ദേഹം ജനിക്കുന്നത് കെയ്റോയിലാണ്. തൈമൂരിയ, തൈമൂരിയൻ ഫാമിലിയിൽ. ഇദ്ദേഹത്തെ അറിയപ്പെടുന്ന റായിദുൽ ഖിസസുൽ അറബി, അറബി കഥകളുടെ റായിദ് എന്ന് അദ്ദേഹത്തെ പറയാറുണ്ട്. അതുപോലെ തന്നെ റായിദു റിവായ അൽ അറബിയ എന്ന് അദ്ദേഹത്തെ പറയാറുണ്ട്. റായിദു റിവായ അൽ അറബിയ എന്ന് അദ്ദേഹത്തെ പറയാറുണ്ട്. 1923 ഇദ്ദേഹത്തിന് ദൗലത്ത് തഖ്ദീരി അവാർഡ്, സാഹിത്യത്തില് ദൗലത്ത് തഖ്ദീരി അവാർഡ് കിട്ടുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകമാണ് നിദാ ഉൽ മജ്ഹൂൽ. നിദാ ഉൽ മജ്ഹൂൽ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാന പുസ്തകമാണ് നിദാ ഉൽ മജ്ഹൂൽ, പഠിക്കണം. ഇന്നൊരു ചോദ്യം നോക്കിക്കേ, ഖുർഫത്തുൽ അഹ്സാൻ. ഖുർഫത്തുൽ അഹ്സാൻ എന്ന് പറയുന്നത് ഖിസ്സത്തുൻ മഷ്ഹൂറ മിനൽ മുഅല്ലിം. ഖുർഫത്തുൽ അഹ്സാൻ എന്ന് പറയുന്ന ഒരു പ്രശസ്ത ഗ്രന്ഥമാണ്, ഒരു പ്രശസ്ത കഥയാണ്. അത് എഴുതുന്നത് ആരാണ്? ജിബ്രാനാണോ, മുഹമ്മദ് തൈമൂർ ആണോ, അബ്ബാസ് മഹ്മൂദ് അൽ അഖാദ് ആണോ, മുസ്തഫ ലുത്ഫുൽ മൻഫലൂത്തി ആണോ? യെസ്, മുസ്തഫ ലുത്ഫുൽ മൻഫലൂത്തി. റായിദുൽ ഖിസ്സ അൽ ഖസീറ ഫിൽ അദബിൽ അറബി, മഹ്മൂദ് സാമി അൽ ബാറൂദി, മുഹമ്മദ് അൽ ഹവാരി, മഹ്മൂദ് തൈമൂർ, മുസ്തഫ ലുത്ഫുൽ മൻഫലൂത്തി. ആരാണ്? മഹ്മൂദ് തൈമൂർ ആണ്. മഹ്മൂദ് തൈമൂർ ആണ്. വെരി ഗുഡ്. ഇനി അടുത്തൊരു വ്യക്തിയിലേക്ക് ഞാൻ കടക്കണം. വളരെ ചുരുങ്ങിയ ചില ചോദ്യങ്ങൾ മാത്രമാണ് ആ ഭാഗവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. കഴിഞ്ഞ എക്സാമിന് ഈ പറയപ്പെട്ട ഫിൽ ഖിത്താർ എന്ന് പറയുന്ന ഇതിനെപ്പറ്റി ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ, കഴിഞ്ഞ എക്സാമിന്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് നോവലുമായി ബന്ധപ്പെട്ട ചില പ്രധാന വ്യക്തികളാണ്. നോവലുമായി ബന്ധപ്പെട്ട ചില വ്യക്തിയാണ്. അപ്പൊ അതുമായി പറയുമ്പോൾ നമ്മൾ ആദ്യമേ ചർച്ച ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ജുർജി സീദാൻ. അദ്ദേഹം ലബനാൻ സാഹിത്യകാരനാണ്. ലബനാനിലെ ബൈറൂത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദീബുൽ ലബനാനി, ഒരു ലബനാനി സാഹിത്യകാരനാണ്. അദ്ദേഹം ജനിക്കുന്നത് ലബനാനിലെ ബൈറൂത്തിലാണ്. ഓക്കെ, ക്ലിയർ ആണ്. ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് റായിദു റിവായ താരിഖിയ, ചരിത്ര നോവലുകളുടെ റായിദ് ആയിട്ടാണ് അദ്ദേഹത്തെ പരിഗണിക്കുന്നത്. ജുർജി സീദാനെ പരിഗണിക്കുന്നത് എങ്ങനെയാണ്? ചരിത്ര നോവലുകളുടെ റായിദായിട്ടാണ്. ക്ലിയർ ആണല്ലോ. അദ്ദേഹം ഒരു ലബനാനി സാഹിത്യകാരനാണ്, ചരിത്ര നോവലുകളുടെ പിതാവാണ്. മാത്രമല്ല 1892 അദ്ദേഹം അൽ ഹിലാൽ എന്ന മജല്ല പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലബനാനി സാഹിത്യകാരനാണ്. റായിദ് റിവായ താരിഖിയ എന്നറിയപ്പെടുന്നുണ്ട്.
അൽ ഹിലാല് പത്രവും അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട്. 3 പോയിന്റ് നമ്മൾ പഠിച്ചു. ഇദ്ദേഹം അറബിയും ഫ്രഞ്ചും ഇംഗ്ലീഷും സിറിക്കും അബറാനി ഭാഷയും ഒക്കെ പഠിച്ചൊരു വ്യക്തിയാണ്. അതവിടെ നിൽക്കട്ടെ. നമ്മൾ ഈ പ്രധാനപ്പെട്ട 3 പോയിന്റുകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവലിന്റെ പേരാണ് അൽ മംലൂക്കു ഷാരിഖ് എന്ന് പറയുന്നത്. അൽ മുലൂക്കു ഷാരിദ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവൽ. എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അവല് റിവായത്തു ലി ജുർജി സെയ്ദാന്റെ ആദ്യ നോവലിന്റെ പേരെന്ത്? ഇനി ഇദ്ദേഹത്തിന്റെ പ്രധാന ഒരു പുസ്തകമാണ് താരിഖു ആദാബു അൽ ലുഗത്തുൽ അറബിയ. നമ്മൾ നേരത്തെ പറഞ്ഞില്ല താരിഖു ആദാബു ലുഗത്തുൽ അറബിയ ജുർജി സെയ്ദാന്റെ പുസ്തകമാണെന്ന്. യെസ്, അത് തന്നെയാണ്, അതാണ് ഈ പുസ്തകം. പിന്നെ അതുപോലെ തന്നെ താരിഖു തമദ്ദുനുൽ ഇസ്ലാമി എന്ന പുസ്തകവും ഇദ്ദേഹത്തിൻ്റെതാണ്. ഫത്താത്ത് ഖസ്സാൻ, ഖദറ ഖുറൈഷ്, ഖാദ കർബല, ഷജറത്തി ദുർറ്, അൽ മംലൂക്ക് ഷാരിദ് തുടങ്ങിയവയെല്ലാം ഇദ്ദേഹത്തിൻ്റെയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഷജറത്ത് ദുർറ് എന്ന പേരിൽ തൗഫീഖുൽ ഹക്കീമിന് എന്തുണ്ട്? പുസ്തകമുണ്ട്. ഷജറത്ത് ദുർറ് എന്ന പേരിൽ തൗഫീഖുൽ ഹക്കീമിന് പുസ്തകമുണ്ട് എന്ന് മനസ്സിലാക്കണം കേട്ടോ. അതുപോലെ തന്നെ ഷജറത്ത് ദുർറ് എന്ന പേരിൽ തൗഫീഖുൽ ഹക്കീമിനുള്ള ത്വാഹ ഹുസൈൻ ആണുള്ളത്. അതേപോലെ തന്നെ സഅദുല്ലാ വനൂസ് എന്ന സാഹിത്യകാരനും ഷജറത്ത് ദുർറ് എന്ന പേരിൽ എന്തുണ്ട്? അദ്ദേഹത്തിന് ഒരുപാട് ഒരു നാടകമുള്ള ഇടം കാണാൻ പറ്റും. ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നജീബ് മഹ്ഫൂദ്. എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് നജീബ് മഹ്ഫൂദ്. ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് ബൽസാക്ക് മിസറിലെ ബൽസാക്ക് എന്നോ, അതുപോലെ തന്നെ അബു ആദാബ് തുർക്കിയ എന്നോ, അമീറു റിവായത്തുൽ അറബിയ എന്നോ, റായിലു റിവായത്തുൽ അറബിയ എന്നൊക്കെയാണ് ഇദ്ദേഹത്തെ പറയാനുള്ളത്. ബൽസാക്ക് ഈജിപ്തിലെ ബൽസാക്ക് എന്നും, അല്ലെങ്കിൽ ആദാബ് തുർക്കിയത്തുൽ ഹദീസയുടെ റായിദ് എന്നും, അല്ലെങ്കിൽ അമീറു റിവായത്തുൽ അറബിയ എന്നും, റായിദ് റിവായത്തുൽ അറബിയ എന്നും ഒക്കെ ഇദ്ദേഹത്തെ അറിയപ്പെടാറുണ്ട്. ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടുന്ന വർഷം നിങ്ങൾ നോക്കി വെച്ചാൽ മതി. 1988 അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടുന്നത്. ഇനി ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ നമ്മൾ പഠിച്ചു പോവുകയാണ്. ബൽസാക്ക് എന്ന് പറയുന്നത് ഹൊണേറെ ഡി ബൽസാക്ക് എന്ന പേരിൽ ഒരു ഫ്രഞ്ച് പ്ലേ റൈറ്റർ ഉണ്ടായിരുന്നു. ഫ്രഞ്ച് പ്ലേ റൈറ്റർ ആണ് ആര്? ഹൊണേറെ ഡി ബൽസാക്ക്. ഈ എന്താണ് പ്ലേ റൈറ്റർ എന്ന് വെച്ചാൽ നാടകം. അപ്പൊ അദ്ദേഹത്തിലേക്ക് നിസ്ബ ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ ബൽസാക്ക് മിസർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്ലിയർ ആയോ? ഇനി ഇദ്ദേഹത്തിന്റെ സുലാസിയകളുണ്ട്, വളരെ പ്രധാനമാണ്. അതിൽ സുലാസിയത്തു താരീഖി, അതിൽപ്പെട്ട അബസുൽ അഖ്താർ, റാദുബിസ്, കഫാഹു ത്വയ്യിബ, ഈ 3 പുസ്തകങ്ങൾ അറിയപ്പെടുന്നത് സുലാസിയത്തു താരീഖിയ എന്നോ താരീഖിയ സുലാസിയ എന്നോ പറയാറുണ്ട്. അതായത് ചരിത്ര നോവലുകൾ 3 എണ്ണമാണ്. അബസുൽ അഖ്താർ, റാദുബിസ്, കഫാഹു ത്വയ്യിബ. ഈ അബസുൽ അഖ്താറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവ്വൽ റിവായ, ഇതിന്റെ ആദ്യത്തെ റിവായ ആണെന്ത്? അബസുൽ അഖ്താർ. ഇനി അതുപോലെ തന്നെ പിന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളാണ് ബൈനൽ കസറൈനി, കസറു ഷൗക്ക്, സുക്രിയ. എന്തൊക്കെയാണ്? ബൈനൽ കസറൈനി, കസറു ഷൗക്ക്, സുക്രിയ. ഇത് 3 അറിയാത്ത ഒരു അറബി സാഹിത്യത്തിലുള്ള വ്യക്തികൾ ഉണ്ടാവൂല, എല്ലാവർക്കും അറിയാം. സുലാസിയ അൽ കാഹിറ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. നജീബ് മഹ്ഫൂദ് ആണ് ഉള്ളത്. അതുപോലെ ഖാൻ അൽ ഖലീലി ഇദ്ദേഹത്തിൻ്റെതാണ്, ഇതെല്ലാം എക്സാമിന് ചോദിച്ചതാണ്. അതുപോലെ കാഹിർ അൽ ജദീദ, സുക്കാഖുൽ മുദ്ക്ക്, ഹിദായ വനിഹായ, ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ പുസ്തകമാണ്. ഇദ്ദേഹത്തിന്റെ മജ്മുഅ ഖിസസിയാണ് ഹംസുൽ ജുനൂൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഹംസുൽ ജഫൂൻ എന്നുള്ളത് മീഖായി നഈമയുടെയാണ്. ഓക്കെ, നമ്മളിവിടെ പറയുന്നുണ്ട്. ഹംസുൽ ജഫൂൻ എന്നുള്ളത് മീഖായി നഈമയുടെ കവിതയുടെ പുസ്തകമാണ്. ഹംസുൽ ജഫൂൻ എന്നുള്ളത്. ഹംസുൽ ജനൂൻ എന്നുള്ളത് നജീബ് മഹ്ഫൂദിന്റെ പുസ്തകമാണ്. ഹംസുൽ ജുനൂൻ എന്നുള്ളത് നജീബ് മഹ്ഫൂദിന്റെ പുസ്തകമാണ്. ഹംസുൽ നജൂം എന്നുള്ളത് അതും നജീബ് മഹ്ഫൂദിന്റെ പുസ്തകമാണ്. ഹംസുൽ ജഫൂന് മാത്രമാണ് മീഖായി നഈമയുടെ കവിതയിലെ പുസ്തകം. ഹംസുൽ ജുനൂനും ഹംസുൽ നജൂം ആരുടെ തന്നെയാണ്? രണ്ടും നജീബ് മഹ്ഫൂദിന്റെയാണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ ലഖബുകൾ പറയാൻ പറഞ്ഞിട്ടുണ്ട്. അത് ബൽസാക്ക് മിസർ, ഈജിപ്തിലെ ബൽസാക്ക് എന്നും, അതല്ലെങ്കിൽ അബുൽ ആദാബ് തുർക്കിയ അൽ ഹദീസ എന്നും, അമീറു റിവായത്തുൽ അറബിയ എന്നും, റായിദു റിവായത്തുൽ അറബിയ എന്നും ഒക്കെയാണ് അദ്ദേഹത്തെ കുറിച്ച് അറിയപ്പെടാറുള്ളത്.
ക്ലിയർ ആയോ? ഇനി അടുത്തത് മുഹമ്മദ് ഹുസൈൻ ഹൈക്കലാണ്. മുഹമ്മദ് ഹുസൈൻ ഹൈക്കലിനെ കുറിച്ച് അദ്ദേഹത്തെ ഈജിപ്തുകാരനാണെന്ന് പറയാം. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്ന ഒരു പോയിന്റ് ആണ്, ഈജിപ്തുകാരനാണ് അദ്ദേഹം, മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ. ഇദ്ദേഹത്തിന്റെ നോവലാണ് സൈനബ് എന്നുള്ളത്. സൈനബ് എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ സൈനബ് എന്ന് പഠിച്ചു. ഈ സൈനബ് എന്ന പുസ്തകമാണ് ആദ്യത്തെ ഈജിപ്തിലുള്ള അറബി നോവൽ, അല്ലെങ്കിൽ ആദ്യത്തെ അറബി നോവൽ എന്നും പറയാം. അതേതാണ്? സൈനബാണ്. ഫിൽ കിത്താർ, മുഹമ്മദ് തൈമൂറിന്റെ ഫിൽ കിത്താർ ആദ്യത്തെ ഷോർട്ട് സ്റ്റോറിയാണ്. ഫിൽ കിത്താർ. എന്നാൽ മുഹമ്മദ് ഹുസൈൻ ഹൈക്കലിന്റെ സൈനബ് ആദ്യ നോവലാണ്. രണ്ടും മാറി മാറി പോകരുത്. സൈനബ് എന്നുള്ളത് ആദ്യ നോവലാണ്, അത് ഹൈക്കലാണ് എഴുതിയത്. ഫിൽ കിത്താർ എന്നുള്ളത് മുഹമ്മദ് തൈമൂറിന്റെ ആദ്യത്തെ സ്റ്റോറിയാണ്. ക്ലിയർ അല്ലേ? രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുതേ. ശരി. ഇദ്ദേഹത്തിന് മറ്റു ചില പുസ്തകങ്ങളുണ്ട്. ഹയാത്ത് മുഹമ്മദ്, അബീബക്കർ, ഫാറൂഖ്, ഉസ്മാന്, ഹാക്കദ ഖല്ലഖത്ത്, ഫി മൻസിലുൽ വഹി, ഫി ഔഖാത്തുൽ ഫിറാഖ് തുടങ്ങിയ ഒരുപാട് പുസ്തകങ്ങൾ. നിങ്ങൾ അതൊന്നും ഓർത്തു വെച്ചില്ലെങ്കിലും സൈനബിനെ കുറിച്ച് ഓർക്കുക. ഇനി തൊയ്യിബ് സ്വാലിഹ്. തൊയ്യിബ് സ്വാലിഹിനെ കുറിച്ച് രണ്ട് പോയിന്റ് ചോദിക്കാൻ ചാൻസ് ഉള്ളു. ഒന്ന്, മൗസിമുൽ ഹിജറ ഇല ഷിമാൽ. മൗസിമുൽ ഹിജറ ഇല ഷിമാൽ എന്ന നോവലിന്റെ റൈറ്റർ ആരാണെന്നാ ചോദിക്കാം. തൊയ്യിബ് സ്വാലിഹിനെ പറ്റി ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണത്. മൗസിമുൽ ഹിജറ ഇല ഷിമാൽ എന്ന പുസ്തകത്തിന്റെ റൈറ്റർ ആരാണെന്ന് ചോദിക്കും. എന്ന നോവലിന്റെ റൈറ്റർ ആണ് ആര്? തൊയ്യിബ് സ്വാലിഹ്. നിങ്ങൾ ഇത് പഠിച്ചു വെച്ചാൽ ഇദ്ദേഹത്തെ കുറിച്ച് എല്ലാവരും മനസ്സിലായി. പിന്നെ ഇദ്ദേഹം ഒരു സുഡാനിക്കാരനാണ്, സുഡാനിയാണെന്ന് മനസ്സിലാക്കാം. അതുപോലെ തൊയ്യിബ് സ്വാലിഹിന്റെ എന്താണ് മൗസിമുൽ ഹിജറ ഇല ഷിമാൽ ഓക്കെ ആക്കാം. ഇദ്ദേഹത്തിന് ഒരു അപരനാമമുണ്ട്, അബ്കരി അദിവായൽ അറബിയ. അറബിക് നോവലിന്റെ എന്താണ് അഗ്രഗണ്യൻ എന്ന് ഇദ്ദേഹത്തെ പറയാറുണ്ട്. അറബ് നോവലുകളുടെ അഗ്രഗണ്യൻ എന്നും പറയുന്നത് ആരെയാണ്? തൊയ്യിബ് സ്വാലിഹിനെയാണ്. സ്വാലിഹ് നല്ലവനാണ്. അദ്ദേഹം ഷമാലിലേക്ക് എന്താണ് ഹിജറ മാസത്തിൽ ഒരു യാത്ര നടത്തി. അദ്ദേഹം ഒരു സുഡാനിക്കാരനായിരുന്നു. പഠിച്ചോ? സ്വാലിഹ് ഒരു നല്ലവനാണ്, സുഡാനിയായ നല്ലവനായ ഒരു മനുഷ്യനാണ് സ്വാലിഹ്. അദ്ദേഹം എന്ത് ചെയ്തു? ഷിമാലിലേക്ക് എന്താണ് ഹിജറ മാസം ഒരു യാത്ര നടത്തി. അങ്ങനെ അദ്ദേഹം എന്താണ് അറബ് നോവലുടെ അഗ്രഗണ്യൻ എന്ന് അറിയപ്പെടുകയും ചെയ്തു. നമ്മൾ പഠിച്ചേ, ഇനി മറക്കൂലല്ലോ, ഇനി മറക്കരുതേ ഇൻഷാ അല്ലാഹ്. ഇനി അടുത്തത് നജീബ് കീലാനിയാണ്. ഓക്കെ, നജീബ് കീലാനിയെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കേണ്ട വളരെ ചെറിയ ചെറിയ പോയിന്റുകൾ മാത്രം ഞാൻ പറഞ്ഞുതരാം. ഇത് കുറെ നോട്ടുണ്ട്, ഇത്രയും നമ്മൾ പഠിക്കണ്ട. അദ്ദേഹം ഒരു ഈജിപ്തുകാരനാണെന്ന് പഠിക്കണം. ഒരു നോവലിസ്റ്റ് ആണ്. നജീബ് കീലാനി ഈജിപ്തുകാരനാണ്, ഒരു നോവലിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ആദ്യ നോവലാണ് അത്തൊരീഖ് തൊവീൽ. ഇദ്ദേഹത്തിന്റെ ആദ്യ പുസ്തകമാണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ഖാത്തിൽ ഹംസ. ഈ രണ്ട് പുസ്തകം മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ത്വരീഖ് തൊവീലും ഖാത്തിൽ ഹംസ, ഈ രണ്ട് പുസ്തകങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. രണ്ടുപേരുടെയാണ് നജീബുൽ കീലാനി. അവിടെ കഴിഞ്ഞു, വേറെ ഒന്നും നിങ്ങൾ പഠിക്കണ്ട. ഓക്കെ, ത്വരീഖ് തൊവീലും ഖാത്തിൽ ഹംസ ആരുടെയാണ്? നജീബുൽ കീലാനിയുടെയാണ്. അദ്ദേഹം ഈജിപ്തുകാരനാണ്. ഇനി സഅദ് സനഊസി ആരാണ് നമുക്ക് നോക്കാം. അദ്ദേഹം ഒരു കുവൈറ്റി നോവലിസ്റ്റ് ആണ്. സഅദ് സനഊസി. ഇദ്ദേഹത്തെ നമ്മൾ പഠിക്കാൻ ഒരു കാരണമുണ്ട്. എന്നറിയാം, 2013 ഈ ഐപാഫ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അഥവാ ഇന്റർനാഷണൽ പ്രൈസ് ഫോർ അറബിക് ഫിക്ഷൻ. ഐപാഫ്, ജായിസത്തു അൽ ആലമിയ ലിവായത്തുൽ അറബിയ. അതാണ് ഇന്റർനാഷണൽ പ്രൈസ് ഫോർ അറബിക് ഫിക്ഷൻ, ഐപാഫ്. അത് 2013 സഊദ് സനഊസിയുടെ സാഖുൽ ബാംബു കടമെടുത്തത് എന്നർത്ഥം. ബാംബൂസിനെ അവർ കടമെടുത്തു എന്നർത്ഥം. അപ്പൊ ഈ നോവലിന്
ഇന്റർനാഷണൽ അറബിക് ഫിക്ഷൻ അവാർഡ് കിട്ടിയത്. അപ്പൊ ഇത് ആർക്കാണെന്ന് ചോദ്യമുണ്ട്. സാദി സനൂസിക്കാണ്. ഒരു കുവൈറ്റിക്കാരനാണ് ഈ പറയപ്പെട്ട സാദി സനൂസി. നിങ്ങൾ ഈ പറയുന്ന നോബൽ പ്രൈസ് നേടിയിട്ടുണ്ടോ? നോബൽ പ്രൈസ്, ഓസ്കാർ അവാർഡ് നേടിയിട്ടില്ലേ? ഓസ്കാർ അവാർഡ്, നോബൽ പ്രൈസ്, അതുപോലെ തന്നെ ഭാരതരത്ന എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ അറബി സാഹിത്യത്തിലെ നോവലുകൾക്ക് വേണ്ടി പ്രത്യേകം ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രൈസാണ് ഇന്റർനാഷണൽ പ്രൈസ് ഫോർ അറബിക് ഫിക്ഷൻ എന്നുള്ളത്. അത് എല്ലാ കൊല്ലവും അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നിർബന്ധമായിട്ടും പഠിക്കണം. ഇനി അടുത്തത് ജോഹൽ ഹാരിസി ആണ്. ഓക്കെ, ജോഹൽ ഹാരിസി നമ്മൾ പഠിക്കേണ്ടത് ടെക്സ്റ്റ് ബുക്ക് റിലേറ്റബിൾ ആയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് പഠിക്കാൻ വരുന്നത്. ഒരു ഒമാനി റൈറ്റർ ആണ് അത്, ഈ ജോഹൽ ഹാരിസി. ജോഹൽ ഹാരിസി എന്താണ്? ഒരു ഒമാനി റൈറ്റർ ആണ് ജോഹ അൽ ഹാരിസി. ഇനി മനസ്സിലാക്കാൻ വേണ്ടി പറയണേ, വളരെ പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയണേ, ഈ ജോഹൽ ഹാരിസിക്ക് ഒരു പുസ്തകമുണ്ട്, സയ്യിദാത്ത് ഖമർ എന്ന് പറയും. അഥവാ എന്താണ് സയ്യിദാത്തുൽ ഖമർ എന്ന് വെച്ചാൽ എന്താണ്? ഈ നക്ഷത്രത്തിലുള്ള രാജ്ഞിമാര് അല്ലെ, നക്ഷത്രത്തിലുള്ള രാജ്ഞിമാരെന്ന പേര് വരുന്നത്, അഥവാ സെലക്ടൽ ബോഡീസ് എന്ന് പറയും. ആ പുസ്തകത്തിന് എന്നിട്ടാണ് മാൻ ബുക്കർ അവാർഡ് കിട്ടണം. വേൾഡ് മാൻ ബുക്കർ അവാർഡ് കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ കിട്ടുന്ന ആദ്യത്തെ നിലാവിന്റെ പെണ്ണുങ്ങൾ എന്ന്, അത് പിന്നീട് അറബി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ടത്. യെസ്, നിലാവിന്റെ പെണ്ണുങ്ങൾ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് അല്ലെ? യെസ്. അപ്പോ അത് ആദ്യമായിട്ട് എന്ത് ചെയ്യാണ് മാൻ ബുക്കർ പ്രൈസ് കിട്ടുന്ന, മാൻ ബുക്കർ പ്രൈസ് കിട്ടുന്ന ഒരു എന്താണ് പുസ്തകമാണ് ആർക്ക്? ജോഹ ഹാരിസിയുടെ. അപ്പൊ 2019 അത് പബ്ലിഷ് ചെയ്യുന്നത്, സയ്യിദാത്ത് ഖമർ. ഇനി ജലാൽ ബർജസ്. ജലാൽ ബർജസിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് 2021 2021 ദഫാത്തുൽ വറാഖ് എന്ന് പറയുന്ന പുസ്തകത്തിന് അറബിക് ബുക്കർ പ്രൈസ് കിട്ടിയതാണ്. ദഫാത്തുൽ വറാഖിനാണ് 2021 ഈ പറയുന്ന ബുക്ക് പ്രൈസ് കിട്ടുന്നത്. അതിന്റെ റൈറ്റർ ആണ് ജലാൽ ബർജസ്. അദ്ദേഹം ഒരു ജോർദാനുകാരനാണ്. ഒരു ചെറിയ ചെറിയ ചോദ്യങ്ങളിലേക്ക് വരാം. ഖതബ ജുർജി സേദാൻ അക്സർ മിൻ 20. ജുർജി സേദാൻ 20ഓളം എന്ത് ചെയ്തിട്ടുണ്ട്? റിവായ താരീഖിയ, ചരിത്ര നോവലുകളാണോ? റിവായത്ത് ദിഹിനിയ, ക്ലോസറ്റ് ഡ്രാമകളാണോ? റിവായ ഇജ്തിമാഇയ, സാമൂഹിക നോവലുകളാണോ? റിവായ തഹ്ലീലിയ, അനലിറ്റിക്കൽ നോവലുകളാണോ? ഈ റിവായയുടെ തന്നെ പല വേർഷനുകളാണ് റിവായ താരീഖിയ, റിവായ ദിഹിനിയ, റിവായ ഇജ്തിമാഇയ, റിവായ തഹ്ലീലിയ എന്നുള്ളതൊക്കെ. ഓക്കെ, അതുകൊണ്ടാണ് അത് വെറുതെ ഇട്ടേക്കുന്ന ഓപ്ഷനുകളൊന്നും അല്ല, കൃത്യമായിട്ട് എലമെന്റുകൾ ഉണ്ട് അതിന്. താരിഖിയ എന്നുള്ളതാണ്. മിനർ റുവായി അല്ലദീന ഹാസ അല ജായിസത്ത് നോബൽ ഫിൽ അദബ്. അറബി സാഹിത്യത്തിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള അറബി സാഹിത്യകാരൻ ആരാണ്? നജീബ് മഹ്ഫൂദാണ്. ഓക്കെ, ഔലാദ് ഹാറത്തിന എന്ന് പറയുന്ന സീറ ദാത്തയാണോ, ഇസാ കസീറയാണോ, മസ്രഹിയയാണോ, റിവായാണോ? യെസ്, അതൊരു നോവലാണ്. അത് എഴുതുന്നവരാണ്? നജീബ് മഹ്ഫൂദിന്റെ ആണ് ഔലാദ് ഹാറത്തിന. ഈ ഔലാദ് ഹാറത്തിനെ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി കോളേജിലെ അറബി അധ്യാപകൻ ഡോക്ടർ ഷംനാസ് സാർ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഫസർ ഷംനാസ് സാർ അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നുണ്ട്. ഓക്കെ, തെരുവിന്റെ മക്കൾ എന്ന പേരിൽ 2019-18 അതിന് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഗ്രീൻ ബുക്സ് ആണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഈ പുസ്തകത്തെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ഈജിപ്തിൽ ഏറ്റവും കൂടുതൽ കോലിളക്കം സൃഷ്ടിച്ച ഒരു പുസ്തകമാണ് ഔലാദ് ഹാറത്തിന്. കാരണം അദ്ദേഹം അതിൻ്റെ അകത്ത് ഇസ്ലാമിക നിന്ദ നടത്തുന്നുണ്ട് ഔലാദ് ഹാറത്തിനയിൽ. ഇങ്ങനെ ഒരു വലിയൊരു ചരിത്രം ഈ പുസ്തകത്തിന്റെ പേരിലുണ്ട്. റിവായത്ത് സൈനബ് ബിൻ തഅലീഫുൽ കാത്തിബ്. ആരാണ് സൈനബ് എഴുതിയിട്ടുള്ളത്? മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ ആണോ, അബ്ബാസ് മഹ്മൂദ് അൽ അക്കാദ് ആണോ, താ ഹുസൈൻ ആണോ, നജീബ് മഹ്ഫൂദ് ആണോ? മുഹമ്മദ് ഹുസൈൻ ഹൈക്കലാണ് എഴുതുന്നത്. മൗസിമുൽ ഹിദർ ഇല ഷിമാൽ ആരുടെ പുസ്തകമാണ്? നജീബ് മഹ്ഫൂദ്. ആരുടെ നോവലാണ്? തൗഫീഖുൽ ഹക്കീം, ത്വയ്യിബ് സ്വാലിഹ്, നജീബുൽ ഖീലാനി.
യെസ്, ആരുടെയാണ്? തൊയ്യിബ് സ്വാലിഹിന്റെ ആണ്. അമീറത്തുൽ ജബൽ എന്നത് ആരുടെ നോവലാണ്? നജീബ് മഹ്ഫൂദ്, നജീബുൽ ഖീലാനി, സയ്യിദ് കുത്തുബ്, അബ്ബാസ് മഹ്മൂദ് ലക്കാദ്. ഓക്കെ, ആരുടെയാണ്? നജീബുൽ ഖീലാനിയുടെയാണ്. ഇനി അടുത്തത് അദീബുൻ കുവൈറ്റി. ഒരു കുവൈറ്റി സാഹിത്യകാരൻ ആരാണ്? ഡോക്ടർ ഷിഹാബ് ഖാനിം, അഡോണിസ്, ജിബ്രാൻ ഖലീൽ ജിബ്രാൻ, സഅദ് സൻഊസി. ഷിഹാബ് ഖാനിം ആരാണ്? ഒരു ഒമാനി റൈറ്റർ ആണ്. അഡോണിസ് സിറിയക്കാരനാണ്. പിന്നെ ജിബ്രാൻ ഖലീൽ ജിബ്രാൻ ലബനാനി സാഹിത്യകാരനാണ്. സഊദ് സൻഊസി ആരാണ്? അദ്ദേഹം ഒരു കുവൈറ്റി എഴുത്തുകാരനാണ്, സഊദ് സൻഊസി. ഇനി ജിൻസിയ അൽ അദബിയ ജോഹ ഖാരിസിൽ ഹായിസ ബിജായിസത്തി അൽ ബുക്കർ. ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുള്ള ബുക്കർ പ്രൈസ് കരസ്ഥമാക്കിയിട്ടുള്ള ജോഹ ഹാരിസിയുടെ നാഷണാലിറ്റി ഏതാണ്? ഞങ്ങളോട് പറഞ്ഞതല്ലേ നാഷണാലിറ്റിയിലൊക്കെ പഠിക്കണമെന്ന്. ഏതാണ്? ഒരു അമ്മാനിയത്താണ് അല്ലെ? ഒമാനി റൈറ്റർ ആണ് ആര്? ജോഹ ഹാരിസി. പിന്നെ ദഫാത്തുൽ വറാഖ് എന്ന് പറയുന്ന പുസ്തകത്തിന് ഏതാണ് കിട്ടിയെന്നുള്ളതാണ്. ആർക്കാണ് കിട്ടിയത്? ദഫാത്തുൽ വറാഖ് ആരുടെ പുസ്തകമാണ്? ബുക്ക് പ്രൈസ് കിട്ടിയ സലിം ജിബ്രാന്റെ ആണോ, ജലാൽ ബർജസിന്റെ ആണോ, ഹന്ന ഫാഹുരിയുടെ ആണോ, ഹന്ന മീനയുടെ ആണോ? ജലാൽ ബർജസിന്റെ ആണ്. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളതാണ്. കഴിഞ്ഞ 2024 ഇവർ അവസാനമായി കിട്ടിയിട്ടുള്ളത് ബാസിം ഖന്തഖജിയുടെ ഇനാഇൻ ബിലൗനിസ്സമാ എന്ന പേരിലുള്ള ഫലസ്തീൻ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്ന ഒരു ഇതാണ് ബാസിം ഖന്തഖജിയുടെ കിനാ ബിലൗനിസ്സമ. അദ്ദേഹം ഒരു ഫലസ്തീനി റൈറ്റർ ആണ്. അതിനാണ് എന്ത് ചെയ്യുന്നത്? 2024 ഈ ഐപാഫ് അഥവാ ഇന്റർനാഷണൽ പ്രൈസ് ഫോർ അറബിക് ഫിക്ഷൻ അവാർഡ് കിട്ടുന്നത്. അത് കാറ്റഗറി 3 അല്ലെങ്കിൽ 4 ചോദിക്കാൻ 97% ചാൻസ് ഉള്ള ഒരു ചോദ്യമാണ്. കാരണം അല്ലെങ്കിൽ ആ ചോദ്യം ചോദിച്ചില്ലെങ്കിൽ 2023 സുഹ്റാനുൽ ഖാസിമിയുടെ തഗ്രീബത്തുൽ കാഫിർ എന്ന പുസ്തകമാണ്. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, കാരണം മുഹമ്മദ് നുആസിന്റെ ചോദ്യം എനിക്ക് തോന്നുന്നു ചോദിച്ചിട്ടില്ല എന്നാ തോന്നുന്നത്. ഖുബ്സിൻ അലാ തോവലത്തുൽ ഖാലിൽ മീലാദ് ഇത് ചോദിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷെ ജലാൽ ബർജസ് വരെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാസിം ഖന്തഖജിയുടെ പുസ്തകമോ സുഹ്റാനുൽ ഖാസിമിയുടെ തഗ്രീബത്തുൽ കാഫിറോ എന്ത് ചെയ്യാം? ചോദ്യമായിട്ട് വരാം. എന്ത് ചെയ്യാം? നിർബന്ധമായി നിങ്ങൾ പഠിച്ചിരിക്കുക. ഇനി ഒരു ചോദ്യം മറ്റൊരു വിഷയത്തിലേക്ക് നമ്മൾ കടക്കാണ്. നാടക എഴുത്തുകാരിൽ പെടാത്ത വ്യക്തി ആരാണ്? മാറു നിക്കാഷ്, തൗഫീഖുൽ ഹക്കീം, അബ്ദുറഹ്മാൻ റഅഫത്ത് ബാഷ, അലി അഹമ്മദ് ബാക്കസീർ. എല്ലാവരും നന്നായി ഉത്തരം ചെയ്യുന്നുണ്ട്. അബ്ദുറഹ്മാൻ റഅഫത്ത് ബാഷ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നോക്കാം. മസ്റഹിയ ഫിൽ അദബിൽ അറബി, അറബി സാഹിത്യത്തിലെ നാടകം എന്നുള്ളത് അല്ല ആദ്യമേ നമ്മൾ പഠിക്കാൻ പോണ വ്യക്തിയാണ് മാറു നക്കാഷ്. 1817 ജനിച്ചു. 1885 മരിച്ച വ്യക്തിയാണ്. തൊർത്തൂസിൽ മരിച്ച വ്യക്തിയാണ് ആര്? മാറു നക്കാഷ്. ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് അബുൽ മുഅസ്സിസുൽ മസ്റഹിൽ അറബി എന്നാണ്. അഥവാ എന്താണ്? ആധുനിക അല്ലെങ്കിൽ അറബികൾക്കിടയിലുള്ള നാടകത്തിന്റെ പിതാവ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടാറുള്ളത്. അദീബ് ലബനാനി, ഒരു ലബനാനി സാഹിത്യകാരനായിരുന്നു. പ്രധാനപ്പെട്ട 3 നാടകങ്ങളാണുള്ളത്. 1 ബഖീല്, 2 അബുൽ ഹസൻ മഗ്ഫൽ ഔ ഹാറൂൻ റഷീദ്, 3 അൽ ഹസൂദ് സലീത്ത്. ഓക്കെ, അൽ ഹസൂദ് സലീത്ത്. ഇങ്ങനെ 3 നോവലുകളാണ്, 3 നാടകങ്ങളാണ് അദ്ദേഹത്തിന് പ്രധാനമായി ഉള്ളത്. 1 അൽ ബഖീല്, 2 അബുൽ ഹസൻ മഗ്ഫൽ ഔ ഹാറൂൻ റഷീദ്, അൽ ഹസൂദ് സലീത്ത്. പിന്നെ അൽ ഉബാഉ തൊവീല. ഓക്കെ,
നമ്മൾ സാധാരണ ഉമ്മഹാത്തുൽ കുതുബ്, അത് പ്രധാനപ്പെട്ട അറബി സാഹിത്യ ഗ്രന്ഥങ്ങളൊന്നും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിക്കിപീഡിയ പേജ് നോക്കിക്കഴിഞ്ഞാൽ ഉബാഉ ത്വവീല എന്ന പുസ്തകത്തെ കുറിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റൂല. ഓക്കെ, അപ്പൊ ഇത് പറഞ്ഞാൽ ഇങ്ങനെ ചരിത്രങ്ങളിലേക്ക് കടന്നപ്പോ മനസ്സിലാക്കാൻ പറ്റിയത്, ഉബാഉ ത്വബീല എന്ന പുസ്തകത്തിന് ഒരു ആശയം അത് കൊണ്ടുവന്നിരുന്നു. ആശയം ആര് കൊണ്ടുവന്നിരുന്നു? ഈ പറയുന്ന മാറു നക്കാശ് കൊണ്ടുവന്ന ഒരു ആശയം ഉബാഉ ത്വബീല. പക്ഷെ അത് പൂർത്തിയാക്കുന്നത് സഅദുല്ലാ ബനൂസ് എന്ന് പറയുന്ന ഈജിപ്തിലെ തന്നെ മറ്റൊരു നാടകത്താണ്. അതുകൊണ്ട് തന്നെ ഉബാഉ ത്വബീല എന്നത് ആദ്യത്തെ ഇദ്ദേഹത്തിന്റെ നാടകമായിട്ടൊക്കെ ചില സാഹിത്യ ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക, ആദ്യത്തെ നാടകം എന്ന് ബഹീരിനെയോ അബാഉ ത്വബീലയോ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ എക്സാമിന് അബാഉ ത്വബീല ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നിർബന്ധമായിട്ട് അത് ഓർത്തിരിക്കുക. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് തൗഫീഖ് അൽ ഹക്കീം. നമുക്ക് തൗഫീഖ് അൽ ഹക്കീമിനെ കുറിച്ച് അറിയാത്ത വ്യക്തികൾ ആരും ഉണ്ടാവില്ല. നജീബ് മഹ്ഫൂദ് നോവലിൽ എങ്ങനെയാണോ, ജിബ്രാൻ ഖലീൽ ജിബ്രാൻ അദബുൽ മഹ്ജറിൽ എങ്ങനെയാണോ, മഹ്മൂദ് സാമി അൽ ബാറൂദി അല്ലെങ്കിൽ അഹമ്മദ് ഷൗക്കി ഷിഅറിൽ എങ്ങനെയാണോ, മുസ്തഫ ലുത്ഫുൽ മൻഫലൂത്തി എങ്ങനെയാണോ കഥയിൽ, അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് തൗഫീഖ് അൽ ഹക്കീം എന്ന് പറയുന്നത്. കാരണം തൗഫീഖ് അൽ ഹക്കീം ഇല്ല എന്നുണ്ടെങ്കിൽ നാടകത്തിന് വലിയ പ്രാധാന്യം ഉണ്ടാവൂല. ഹുവ അദീബുൽ മസ്റഹിയുൻ മിസ്രി, ഒരു ഈജിപ്ഷ്യൻ നാടകകൃത്താണ് ആര്? ഈ പറയുന്ന തൗഫീഖ് അൽ ഹക്കീം. ജനിക്കുന്നത് അലക്സാണ്ട്രിയയിലാണ്. ഇദ്ദേഹത്തിന്റെ ലക്കബുകളാണ് അദീബുൽ ബുർജുൽ ആജി, അജൂബുൽ മർഅ. ഓക്കെ, അജൂബുൽ ബുർജുൽ ആജി എന്നും അജൂബുൽ മർഅ എന്ന രണ്ട് അഭിപ്രായമുണ്ട്. ലക്കബുകൾ കാണാൻ പഠിച്ചാൽ മതി. അതേപോലെ തന്നെ അറിയപ്പെടുന്ന ഒരു പേരാണ് റായിദുൽ മസ്റഹു അദ്ദിഹിനി, ക്ലോസഡ് ഡ്രാമകളുടെ പിതാവ് എന്നറിയപ്പെടുന്നു. അപ്പൊ തൗഫീഖ് അൽ ഹക്കീമിന്റെ ചില പേരുകളാണ്. അദ്ദേഹം ഒരു ഈജിപ്ഷ്യൻ സാഹിത്യകാരനാണ്. അലക്സാണ്ട്രിയയിലാണ് ജനിക്കുന്നത്. ഓക്കെ, അലക്സാണ്ട്രിയയിലാണ് ജനിക്കുന്നത്. അദീബുൽ ബുർജുൽ ആദി അല്ലെങ്കിൽ അജൂബുൽ മുർഅ എന്നറിയപ്പെടുന്നുണ്ട്. മസ്റഹു അദ്ദിഹിനി അഥവാ ക്ലോസഡ് ഡ്രാമകളുടെ, അഥവാ അത് ക്ലോസഡ് ഡ്രാമ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, നമുക്ക് എഴുതാൻ പറ്റും, അത് വായിക്കാനും പറ്റും. പക്ഷെ ഒരു നാടകത്തിൽ അത് അവതരിപ്പിക്കാൻ പറ്റൂല, ഒരു സ്റ്റേജസിൽ അത് അവതരിപ്പിക്കാൻ പറ്റൂല. ആ രൂപത്തിലുള്ള നാടകങ്ങൾ നമ്മൾ ക്ലോസഡ് ഡ്രാമകൾ അഥവാ മസ്റഹിയത്ത് ദിഹിനിയ എന്ന് പറയാം. അപ്പൊ അറബികൾക്കിടയിൽ ഈ പറയുന്ന ഈ ക്ലോസഡ് ഡ്രാമകൾ അഥവാ ഈ നാടകത്തിൽ അവതരിപ്പിക്കാൻ കഴിയാത്ത നാടകങ്ങളെ കുറിച്ച് അവതരിപ്പിക്കുന്നത് ആരാണ്? അത് ഈ പറയുന്ന തൗഫീഖ് അൽ ഹക്കീമാണ്. പ്രധാന നാടകങ്ങളാണ് അൽ മർഅത്തുൽ ജദീദ, അലി ബാബ, ഷഹർസാദ്, അഹ്ലുൽ കഹ്ഫ് വളരെ പ്രധാനമാണ്. കിസസുൻ ഖുർആനിയാണ്, അത് വളരെ പ്രധാനപ്പെട്ട അതാണ്. സൂറത്ത് കഹ്ഫില് ഈ പറയുന്ന കിസസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, സൂറത്തുൽ അഹ്ലുൽ കഹ്ഫിനെ കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ഖുർആനിൽ പറയുന്നുണ്ട്. നിങ്ങൾക്കറിയാം, സൂറത്ത് കഹ്ഫ് വായിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കഥ കിട്ടും. ഞാൻ അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നല്ല രസമുള്ള ഫോർ റീഡിങ് ഓൺലി, നോട്ട് ഫോർ പെർഫോമൻസ്. യെസ്, കറക്റ്റ് ആണ്. അതുപോലെ തന്നെ അൽ മസ്റഹുൽ മംനൂ, സുൽത്താൻ അൽ ഹായിർ, യാ തോലി ഷജറ, സുലൈമാൻ അൽ ഹക്കീം, അമാമ ഷബാക്കി തദാക്കിർ, അൽ മലിക് ബൗദി, ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നാടകങ്ങളാണ്. ഈ കേട്ടറ്റ് എക്സാം ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ PSC എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരും അതുപോലെ തന്നെ നെറ്റ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവര് ഇദ്ദേഹത്തിന്റെ മസ്റഹിയത്ത് ദിഹിനി എന്ത് ചെയ്യാറുണ്ട്? ഈ ഇങ്ങനെ കാറ്റഗറി ചെയ്ത് പഠിക്കാറുണ്ട്. കാരണം കുറെ എക്സാമിന് എന്തിനാണ് ലൈസമിൻ മസ്റഹിയത്തുൽ ദിഹിനിയത്തിൽ തൗഫീഖ് അൽ ഹക്കീം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന്റെ കുറെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരാറുള്ളത് കേട്ടറ്റുകാർക്കല്ല, നെറ്റിനും PSCക്കൊക്കെയാണ്. നിങ്ങൾ അദ്ദേഹത്തിന്റെ നാടകങ്ങൾ മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. നാടകങ്ങളൊന്നും വേർതിരിച്ച് പഠിക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പുസ്തകങ്ങളായിട്ട് തന്നെ പഠിച്ചാൽ മതി. അതുപോലെ മസ്റഹുൽ മുജ്തമഅ, ഇതിന്റെ കഥകളും നോവലുകളുടെ കാറ്റഗറി എഴുതുന്ന ഔദത്ത് റൂഹ്, സഹറത്തുൽ ഉംറ, അതായത് ഇതിന്റെ സിറാദാത്തിയാണ്. സിറാദാത്തി അഥവാ സെൽഫ് ഓട്ടോബയോഗ്രഫി ആണെന്ത്? സുഹറൽ ഉംറ. അതുപോലെ യൗമിയാത്തു നായിഫിൽ അരിയാഫ്, ഓക്കെ, അതൊരു ഗവേണൻസിന്റെ കഥ പറയുന്ന ഒരു നോവലാണെന്ന് യൗമിയാത്ത് നായിഫിൽ അരിയാഫ് എന്ന് പറയുന്നത്. അതുപോലെ ഉസ്ഫൂർ മിന ഷർക്ക്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകമാണ്. ഇനി അലി അഹമ്മദ് ബാക്കസിർ,
അലി അഹമ്മദ് ബാക്കസീറിനെ കുറിച്ചും പഠിക്കേണ്ടത് വളരെ വലിയ ഒരു പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. അദീബുൻ ഇസ്ലാമി, ഇസ്ലാമിക പണ്ഡിതനാണ്, സാഹിത്യകാരനാണ് അലി അഹമ്മദ് ബാക്കസീർ. ജനിക്കുന്നത് ഇന്തോനേഷ്യയിലാണ്. എവിടെയാണ് ജനിക്കുന്നത്? ഇന്തോനേഷ്യയിലാണ്. അറിയപ്പെടുന്നത് അറബ് സാഹിത്യത്തിന്റെ ഇസ്ലാമിക നാടകങ്ങളുടെ പിതാവ് എന്ന പേരിലാണ്. അറബിക് ഇസ്ലാമിക നാടകങ്ങളുടെ സാഹിത്യത്തിലെ പിതാവ് എന്ന പേരിലാണ് അലി അഹമ്മദ് ബാക്കസീർ ജനിക്കുന്നത്. അദ്ദേഹത്തെ അറിയപ്പെടുന്നത്, അദ്ദേഹം ഇന്തോനേഷ്യക്കാരനാണ്. പഠിച്ചേ, അദ്ദേഹം ഇന്തോനേഷ്യക്കാരനാണ്. അറിയപ്പെടുന്നത് മസ്റഹിയത്തുൽ ഇസ്ലാമിയ ഫിൽ അദബിൽ അറബി, റായിദുൽ മസ്റഹിയത്തുൽ ഇസ്ലാമിയ ഫിൽ അദബിൽ അറബി, അറബി സാഹിത്യത്തിലെ ഇസ്ലാമിക നാടകങ്ങളുടെ പിതാവ് എന്ന പേരിലാണ്. ഇദ്ദേഹം ജനിക്കുന്നത് സൂരിപാപ്പ, ഇന്തോനേഷ്യയിലെ സൂരിപാപ്പ എന്ന് പറയുന്ന പ്രദേശത്താണ്. പ്രധാന പുസ്തകങ്ങളാണ് വാ ഇസ്ലാമ, സലാമത്ത് കുസ്, റസായിലുൽ അഹ്മർ, അതുപോലെ തന്നെ സിറുൽ ഹാക്കിം ബി അംരില്ല, സിറു ഷഹർസാദ്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകങ്ങളും നാടകങ്ങളും ഒക്കെയാണ്. ഒരു ചോദ്യത്തിലേക്ക് വരാം. അദീബുൻ മഷ്ഹൂറുൻ ഫി മൈദാനിൽ മസ്റഹിയ, മസ്റഹിയയിൽ പ്രശസ്തനായ സാഹിത്യകാരനാരാണ്? ഷൗക്കി ലൈഫാണോ, മിഹായി നഈമയാണോ, നജീബ് മഹ്ഫൂദ് ആണോ, തൗഫീഖുൽ ഹക്കീം ആണോ? ആരാണ്? ആരാണ്? തൗഫീഖുൽ ഹക്കീമാണ്. അഹ്ലുൽ കഹ്ഫ് ആരുടെ നാടകത്തിൽ പെട്ടതാണ്? ഓക്കെ, വെരി ഗുഡ്. അത് തൗഫീഖുൽ ഹക്കീമിന്റെ നാടകത്തിൽ പെട്ടതാണ്. അദീബുൽ ഇസ്ലാമിയൻ ഇൻ ഇന്തോനേഷ്യ, ഇന്തോനേഷ്യക്കാരനായിട്ടുള്ള ഇസ്ലാമിക പണ്ഡിതൻ ആരാണ്? മഹ്മൂദ് ദർവേഷ്, അലി അഹമ്മദ് ബാക്കസീർ, ഹാഫിദ് ഇബ്രാഹിം, ഖലീൽ മുത്തുറാൻ. ആരാണ്? ഓക്കെ, അലി അഹമ്മദ് ബാക്കസീർ ആണ്. അലി അഹമ്മദ് ബാക്കസീർ, അലി അഹമ്മദ് ബാക്കസീർ ആരാണ്? അദീബുൻ ഇസ്ലാമി, ഒരു ഇസ്ലാമിക സാഹിത്യകാരനാണോ? ഷാഇറുൻ ഹിന്ദിയൻ, ഒരു ഇന്ത്യക്കാരനായ കവിയാണോ? നാഖിദുൻ മഗ്റബിൻ, ഒരു മൊറോക്കോക്കാരനായ നിരൂപകനാണോ? റുബായിയുൻ ലുബ്നാൻ, ഒരു ലബനാനി സാഹിത്യകാരനായിട്ടുള്ള നോവലിസ്റ്റ് ആണോ? ഓക്കെ, അദ്ദേഹം ഒരു ഇസ്ലാമിക സാഹിത്യകാരനാണ്. റായിദുൽ മസ്റഹിയ അൽ അറബിയ, അറബ് നാടകങ്ങളുടെ റായിദ് പിതാവ് ആരാണ്? മഹ്മൂദ് സാമി അൽ ബാറൂദി, അഹമ്മദ് സക്കി അബൂഷാദി, ഹാഫിദ് ഇബ്രാഹിം, തൗഫീഖ് അൽ ഹക്കീം. ആരാണ്? തൗഫീഖ് അൽ ഹക്കീമാണ്. റായിദുൽ മസ്റഹിയത്തുൽ ഇസ്ലാമിയ ഫിൽ അദബിൽ അറബി, അറബി സാഹിത്യത്തിൽ ഇസ്ലാമിക നാടകങ്ങളുടെ റായിദ് ആരാണ്? ഇസ്ലാമിക നാടകങ്ങളുടെ റായിദ് ആരാണ്? ആരാണ്? അലി അഹമ്മദ് ബാക്കസീർ ആണ്. ശരിയായ സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കണം. മിൻ ഫൗഖി സബഇ സമാവാത്, അബ്ദുറഹ്മാൻ റൌഫത്ത് ബാഷ. സൂർ മിൻ സൂരി സിബാഹ്, സഹാബ ഖാദി ഉമർ ബിൻ അലി. വ ഇസ്ലാമ, അലി അഹമ്മദ് ബാക്കസീർ. ദംആ വ ഇബ്തിസാമ, മുസ്തഫ ലത്ഫി അൽ മൻഫലുത്തി. യെസ്, ദംഅത്തൻ വ ഇബ്തിസാമ ആരുടെ പുസ്തകമായിരുന്നു? ദംഅത്തൻ വ ഇബ്തിസാമ, കണ്ണീരും മുഞ്ചിരിയും. കറക്റ്റ് ആണ്, അത് ജിബ്രാൻ ഖലീൽ ജിബ്രാന്റെ ആണ്. ഇതുപോലെ തന്നെ മറ്റൊരു പുസ്തകം ഉണ്ടായെന്ന് അറിയാം.
ദംഅതൻ ഫബ്തിസാമ, ഫബ്തിസാമ മറ്റേ ഫബ്തിസാമ, ഇത് ഫബ്തിസാമ എന്നാണ്. അത് യഹിയ ഹക്കിയുടെ പുസ്തകമാണ്. യഹിയ ഹക്കി എന്ന നമ്മൾ നേരത്തെ പറഞ്ഞ യഹിയ ഹക്കി, ആ യഹിയ ഹക്കിയുടെ പുസ്തകമാണ് ദംഅ ഫബ്തിസാമ. ഫബ്തിസാമ ഇബ്തിസാമ ആരുടെയാണ്? അത് ഖലീൽ ജിബ്രാന്റെയാണ്. ഫബ്തിസാമ ആരുടെയാണ്? യഹിയ ഹക്കിയുടെയാണ്. രണ്ടും മാറരുത്, പഠിക്കണം. أول مسرحية عربية مشهورة هي الأباعة الطويلة التي كتبها. ആദ്യത്തെ അറബിക് പ്രശസ്ത നാടകമാണ് ഉബാഅത്ത് ത്വവീല. അത് എഴുതിയത് ആരാണ്? മുസ്തഫ ലുത്ഫുൽ മൻഫലൂത്തി, മുഹമ്മദ് ഹുസൈൻ ഹൈക്കല്, മാറു നക്കാഷ്, തൗഫീഖ് അൽ ഹക്കീം. ആരാണ്? മാറു നക്കാഷാണ്. ഞാൻ പറഞ്ഞു അത് എഴുതുന്നത് മാറു നക്കാഷാണ് തുടങ്ങി വെച്ചെങ്കിലും അത് പൂർത്തിയാക്കുന്ന ആരാണ്? സഅദുല്ലാ വനൂസാണ്. ഓക്കെ, അത് അദ്ദേഹം നമുക്ക് പറയാൻ പറ്റും. അന്ന മസ്റഹിയത്തുൽ ഉബാഅത്ത് ത്വവീല ഹിയ ഇസ്തിമറാർ ലിൽ മുസീറത്തുൽ മസ്റഹിയത്തുൽ ലതി ബദഅഹാ മാറു നക്കാഷ് ഫിൽ ഖർനി താസി അശറ. 19ാം നൂറ്റാണ്ടിൽ മാറു നക്കാഷ് തുടങ്ങി വെച്ച എന്താണ് ഒരു സാഹിത്യ നാടകത്തിന്റെ ഒരു തുടർച്ചയാണ് ഈ പറയുന്ന ഉബാഅത്ത് ത്വവീല എന്ന നാടകം. അത് എന്താണ്? ഈ അറബ് ജനതകളെ എന്താണ് കുറച്ചുകൂടി വിമോചനം കൊണ്ടുവരിക, അറബ് ജനതകളുടെ സമകാലിക സാഹിത്യത്തിൽ നിന്നുമൊക്കെ മാറ്റത്തിരുത്തുകളെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഉബാഅത്ത് ത്വവീല എന്ന് പറയാം. അടുത്തത് അത് പിന്നീട് കംപ്ലീറ്റ് ആക്കുന്നവരാണ്? സഅദുല്ലാ വനൂസാണ്. മുഅദ്ദിബൂന ഫിൽ അർദ്, ഇത് ആരുടെ റൈറ്റർ ആണ്? നജീബ് മഹ്ഫൂദ്, ജിബ്രാൻ ഖലീൽ ജിബ്രാൻ, ത്വാ ഹുസൈൻ, അഹ്മദ് അമീൻ. ത്വാ ഹുസൈനാണ്. അബ്ബാസ് മഹ്മൂദ് അൽ അക്കാദ് ഹുവ കാത്തിബൻ റുമാൻസിയൻ വാഖിയുൻ സർറിയാലിയൻ ക്ലാസിക്കിയൻ. നമുക്ക് പല രൂപത്തിലുള്ള സാഹിത്യ സംഘടനകളുണ്ട്. നമുക്ക് ഇന്ന് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് പറയാതെയാണ്. ക്ലാസിസം, റൊമാൻറ്റിസം, റിയാലിസം, സർറിയാലിസം എന്നൊക്കെ പറഞ്ഞ കുറെ സാധനങ്ങളുണ്ട്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ ചോദിക്കാതിരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പറയുന്നില്ല. അപ്പം ഇദ്ദേഹം ഒരു റൊമാൻറ്റിക് സാഹിത്യകാരനാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത്, നമ്മൾ ഇന്ന് നോക്കാൻ പോണ മറ്റൊരു വിഷയമാണ് ഈ നഖ്ദ് എന്ന് പറയും, നിരൂപണം. നിരൂപണത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ത്വാ ഹുസൈൻ. ത്വാ ഹുസൈനെ കുറിച്ച് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോണേ. ഇപ്പൊ ത്വാ ഹുസൈനെ കുറിച്ച് പറയാനാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 ദിവസം ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും. പറയാൻ ഇഷ്ടംപോലെ പറയാനുള്ള ഒരു വ്യക്തിയാണ് ത്വാ ഹുസൈൻ. ഒന്ന് പറയാതിരിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 3 മിനിറ്റിൽ ഒതുക്കാം ത്വാ ഹുസൈൻ. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് 2 മിനിറ്റിൽ ഒതുക്കാനാണ്. 3 മിനിറ്റും പറയല്ല, 10 ദിവസം പറയുന്നില്ല, ഒരു 2 മിനിറ്റിൽ ത്വാ ഹുസൈൻ എങ്ങനെ ഒതുക്കാന്നാണ് ഞാൻ അവിടെ നോക്കണത്. അപ്പൊ നിങ്ങൾ ഒന്ന് കട്ടക്ക് പിടിച്ചു വേണം. എക്സാമിന് ഇതിനപ്പുറവും ചോദിക്കാം എന്നും പറയാം, ചിലപ്പോൾ ചോദിക്കാതിരിക്കുകയും ചെയ്യാം. എന്നാൽ കൂടുതൽ ചോദിക്കുന്ന ചില പോയിന്റുകൾ മാത്രമേ ഞാൻ ഉൾപ്പെടുത്തുന്നുള്ളൂ. അദ്ദേഹം ജനിക്കുന്നത് മഗാഗ എന്ന ഗ്രാമത്തിലാണ്. ത്വാ ഹുസൈൻ ജനിക്കുന്നത് ഈജിപ്തിലെ മഗാഗയിലാണ്. ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത് അറബിക് സാഹിത്യത്തിന്റെ പ്രിൻസിപ്പിൾ എന്നാണ്. അറബിക് സാഹിത്യത്തിന്റെ പ്രിൻസിപ്പിൾ എപ്പോഴത്തെ ഹദീസിലെ ആധുനിക അറബി സാഹിത്യത്തിന്റെ പ്രിൻസിപ്പിൾ എന്നാണ് ത്വാ ഹുസൈൻ അറിയപ്പെടുന്നത്. പിന്നെ ഇദ്ദേഹം 1950 ഈജിപ്തിന്റെ പ്രധാനമന്ത്രിയല്ല, വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. വസീറു തർബിയ വ തഅലീം, വിദ്യാഭ്യാസ മന്ത്രിയായ വ്യക്തിയാണ് ആര്? ത്വാ ഹുസൈൻ. നമ്മൾ 1950 ഈജിപ്തിന്റെ മന്ത്രി എന്നൊക്കെ പറയുമ്പോൾ പ്രധാനമന്ത്രി എന്നൊക്കെ ഓർമ്മ വരും ഇല്ലേ? പ്രധാനമന്ത്രി ആയില്ല, അത് ഒരാളായിട്ടുള്ള മഹ്മൂദ് സാമി ബാറൂദി മാത്രമാണ്. ഇദ്ദേഹം എന്താണ്? വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. ഈജിപ്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായ ഒരു വ്യക്തിയാണ് ത്വാ ഹുസൈൻ. 2 കാര്യം ഓർമ്മ വേണ്ടേ. ബാറൂദി നമ്മൾ പഠിച്ചത് എന്താണ്? അദ്ദേഹം ഈജിപ്തിന്റെ പ്രധാനമന്ത്രിയായിരുന്നു 1882. എന്നാൽ 1950 ഈജിപ്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ആര്? ത്വാ ഹുസൈൻ. ഇദ്ദേഹം ഖളിയത്തുൽ ഇന്തിഹാർ, ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇന്തിഹാർ എന്താണെന്നറിയോ? അതായത് അത് ഇന്തിഹാർ അഥവാ പൈറസി, മോഷണം എന്ന് പറയും. അദ്ദേഹം മോഷണം എന്നൊരു വിഷയത്തെ അവതരിപ്പിച്ച ഒരു വ്യക്തി. അതായത് ജാഹിലിയ കാലഘട്ടത്തിലെ കവിതകളിൽ മോഷണം ഉണ്ട് എന്താണ് സാഹിത്യ മോഷണം ഉണ്ട്
എന്ന് വാദിച്ച വ്യക്തിയാണ് താവുസൈൻ. അതുപോലെ തന്നെ അബുൽ കലാം അലിയെ പറ്റി ആദ്യമായിട്ട് എന്ത് ചെയ്യാണ് ഗവേഷണം നടത്തുന്ന വ്യക്തിയാണ്. അബ്വലു മൻ ബഹസ, ആദ്യമായി ഗവേഷണം നടത്തിയ വ്യക്തിയാണ് ആര്? താവുസൈൻ. ഇദ്ദേഹത്തിന്റെ പ്രധാന ഗ്രന്ഥങ്ങളാണ് ഫി ഷിഅർ ജാഹിലി, അതുപോലെ തന്നെ അലാ ഹാമിഷ് സീറ, അതുപോലെ ഷെയ്ഖാനി, അത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് എഴുതാണ്. എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് ഷെയ്ഖാനി ആരെ പറ്റിയിട്ടുള്ളതാണ്. ഓക്കെ, ഫി ഷിഅർ ജാഹിലി, അലാ ഹാമിഷ് സീറ, ഷെയ്ഖാനി, അതുപോലെ അലി വബനൂഹു, അലി വബനൂഹു, ഹദീസുൽ അർബാഅ്, അതുപോലെ തന്നെ മഅൽ മുത്തനബി, പിന്നെ സൗത്തു അബിൽ അലാഅ്, അതുപോലെ ദിക്റ അബിൽ അലാഅ്, ഫൽസഫത്ത് ഇബ്നു ഖൽദൂൻ അൽ ഇജ്തിമാഇയ്യ, മുസ്തഖ്ബിൽ സഖാഫ ഫി മിസ്ർ, അൽ ഖസ്റുൽ മസ്ഊർ, അത് തൗഫീഖുൽ ഹകീമും അതുപോലെ താവുസൈനും എഴുതിയ പുസ്തകമാണ് മുഅദ്ദിബുന ഫിൽ അർദ്. ഇതിൽ ഏതാണ് നോക്കിക്കേ? ഫി ഷിഅർ ജാഹിലി, അലാ ഹാമിഷു സീറ, ഷെയ്ഖാനി, അത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചെയ്തിട്ടുള്ളതാണ്. അലി വബനൂഹു, ഹദീസുൽ അർബഅ, മഅൽ മുതനബി, അതുപോലെ തന്നെ ഫി സൗത്ത് അബിൽ അല, ദിക്റ അബിൽ അല, ഇബ്നു ഖൽദൂൻ, മുസ്തഖ്ബിൽ സഖാഫ ഫി മിസ്ർ, അൽ ഖസ്റുൽ മസ്ഊർ, അൽ മുഅദ്ദിബുന ഫിൽ അർദ്. ക്ലിയർ ആണോ? ഓക്കെ. അല്ല എന്ന പുസ്തകം ഏതാണ്? ഇദ്ദേഹം അല്ല. അല്ല എന്ന പുസ്തകം ഇദ്ദേഹത്തിൻ്റെതല്ല, നമ്മളത് പറയും ഇൻഷാ അല്ലാഹ്. അടുത്ത വ്യക്തിയാണ് ഇബ്രാഹിം അബ്ദുൽ ഖാദിർ മാസിനി. ഇബ്രാഹിം അബ്ദുൽ ഖാദിർ മാസിനി വളരെ പ്രശസ്തനായ ഈജിപ്തുകാരനാണ്. ഇദ്ദേഹം പ്രശസ്തനാകുന്നത് ദീവാൻ എന്നൊരു സ്കൂള് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് സംഘടനകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ പെട്ട ഒരു സാധനമാണ് ദീവാൻ എന്ന് പറയുന്ന സ്കൂളുണ്ട്. അക്കാദ്, ഇബ്രാഹിം അബ്ബാസ് മഹ്മൂദ് അക്കാദ്, ഇബ്രാഹിം അബ്ദുൽ ഖാദിർ മാസിനി, നിങ്ങൾ മാസിനി എന്ന് വിളിച്ചാൽ. പിന്നെ ഷുക്കിരി, അങ്ങനെ അക്കാദ് മാസിനി ഷുക്കിരി. ഞാൻ ഓർത്തിരിക്കാനുള്ളത് അംശ് എന്നാണ്. അംശ്, ഒരു അംശം, അറബി സത്തിൽ ഒരു അംശം. ആ എന്നുള്ളതാണ് അക്കാദ്, എന്നുള്ളത് മാസിനി, ഷ് എന്നുള്ള ഷുക്കിരി. അപ്പൊ അംശ്, അപ്പൊ അംശുകള് ചേർന്ന് എന്തുണ്ടാക്കിയിട്ടുണ്ട്? അംശുകള് ചേർന്ന് കൊണ്ട് ഒരു അംശം ഉണ്ടാക്കി, ദീപാൻ എന്ന പേരിൽ ഒരു അംശം ഉണ്ടാക്കിയിട്ടുണ്ട്. മറക്കല്ലേ? അംശം ദീപാൻ എന്ന അംശം ഉണ്ടാക്കിയത് ആരാണ്? അത് അംശാണ്. അംശാരാണ്? മാസിനി, ഷുക്കിരി, അതുപോലെ തന്നെ അക്കാദ്. അംശം മറക്കല്ലേ? ക്ലിയർ ആണോ? അല്ലെങ്കിൽ അറബി സാഹിത്യത്തിലെ ഒരു അംശമാണ് എന്ന് പഠിച്ചാൽ മതി. ആ അംശമാരാണ് ആരൊക്കെ? അക്കാദും മാസിനിയും ഷുക്കിരിയും. ഇദ്ദേഹം മുസ്തഫ ലത്തുഫിൽ മൻഫലൂത്തിയെയും താഹ ഹുസൈനെയൊക്കെ എന്താണ് നിരൂപണം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിരൂപണം നടത്തിയ ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ ഒരു പുസ്തകമാണ് കബുലരി. അപ്പൊ അക്കാദ് ഞാൻ പറഞ്ഞില്ലേ, അക്കാദ് മാസിനിയും ഷുക്കിരിയും ചേർന്നുകൊണ്ടാണ് അദീബാൻ എന്ന സംഘടന സ്ഥാപിക്കുന്നത്. അദീബുൻ, ഒരു സാഹിത്യകാരനാണ്. ഷാഇറുൻ, ഒരു കവിയാണ്. വനാഖിദുൻ, ഒരു നിരൂപകനാണ്. വകാത്തിബുൻ, ഒരു എഴുത്തുകാരനാണ്. ഇസ്ലാമിയുൻ, ഇസ്ലാമിക എഴുത്തുകാരനാണ്. മിസ്രിയിൽ, ഈജിപ്തുകാരനുമാണ്. അദ്ദേഹം +2 പഠനമല്ലാതെ മറ്റൊന്നും പൂർത്തിയാക്കിയിട്ടില്ല. ഹുവ മിൻ റുവാദി മദ്രസത്തു ദീവാൻ, ദീവാൻ എന്ന് പറയുന്ന സ്കൂളിലെ ഒരു ഫൗണ്ടർ ആയിരുന്നു ഇദ്ദേഹം. മദ്രസത്തു ദീവാനിലെ ഒരു ഫൗണ്ടർ ആയിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകങ്ങളാണ് വഹിയുൽ അർബഈൻ, ഹദിയത്തുൽ ഖർവാൻ, ഇതൊക്കെ കവിതകളാണ്. വഹിയുൽ അർബഈൻ, ഹദിയത്തുൽ ഖർവാൻ, അആസിർ മഗ്രിബ്. അതുപോലെ ഇദ്ദേഹത്തിന്റെ പുസ്തകമാണ് അല്ലാഹ്. കണ്ടോ? അക്കാദിന്റെ പുസ്തകമാണ് അല്ലാഹ്. ഹഖായിഖുൽ ഇസ്ലാം, അൽ ഫൽസഫത്തുൽ ഖുർആനിയ, അൽ ഇസ്ലാമു ഫിൽ ഖർനിൽ 20, സാറ, അബ്കരിയാത്ത്. അബ്കരിയാത്ത് എന്ന് പറയുന്നത് ഒരുപാട് പുസ്തകങ്ങളുണ്ട് കേട്ടോ. അബ്കരിയാത്ത് ഉമർ, അബ്കരിയാത്ത് ഫാറൂഖ്, അബ്കരിയാത്ത് ഉസ്മാന്, അബ്കരിയാത്ത് മുഹമ്മദ് എന്നൊക്കെ പറഞ്ഞിട്ട് 10-15ഓളം പുസ്തകങ്ങൾ ഉള്ളതാണ് അബ്കരിയാത്ത് എന്നുള്ള പുസ്തകം. അതുപോലെ യൗമിയാത്ത്. ക്ലിയർ ആണെന്ന് വിചാരിക്കാണ്. ഇനി അടുത്തൊരു വ്യക്തിയാണ് മുഹമ്മദ് മൻദൂർ. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകമാണ് നഖ്ദുൽ മൻഹജി ഇൻദൽ അറബ്. ഇദ്ദേഹത്തെ പറ്റി ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്നുള്ളത് നഖ്ദുൽ മൻഹജി ഇൻദൽ അറബ് എന്ന പുസ്തകം ആരുടേതാണ് എന്നുള്ളതാണ്. മുഹമ്മദ് മൻദൂർ എന്ന ഒരു ഈജിപ്ഷ്യൻ നിരൂപകന്റെ, നാഖിദിന്റെതാണ്. ഓക്കെ, അപ്പൊ ചിലപ്പോ അദ്ദേഹം ഏത് മജാലിലാണ് പ്രശസ്തൻ എന്ന് ചോദിക്കാം. മുഹമ്മദ് മൻദൂർ
അദ്ദേഹം ഒരു നിരൂപകനാണ്. അദ്ദേഹം ജനിക്കുന്നത് ഈജിപ്തിലെ കഫർ മന്ദൂറിലാണ്. അപ്പൊ മുഹമ്മദ് മന്ദൂർ, നഖ്ദുൽ മൻഹജ് ഇൻദൽ അറബ്, ഈജിപ്ത്, കഫർ മന്ദൂർ, നിരൂപകൻ. പഠിച്ചോ? യെസ്. ഇനി അടുത്തത് അഹമ്മദ് അമീനാണ്. അഹമ്മദ് അമീനെ കുറിച്ച് നിങ്ങൾ ഇത്ര മനസ്സിലാക്കുക, ഈജിപ്തുകാരനാണ്. ഇനി അദ്ദേഹത്തിന്റെ ചില പുസ്തകങ്ങളുണ്ട്. ഫജ്റുൽ ഇസ്ലാം, ലുഹൽ ഇസ്ലാം, ലുഹറുൽ ഇസ്ലാം. ഇത് 3 എക്സാമിന് ചോദിക്കാം. അതുപോലെ ഹയാത്തി, അദ്ദേഹത്തിന്റെ ഒരു ഓട്ടോബയോഗ്രഫിയാണ് ഹയാത്തി എന്നുള്ളത്, അഹമ്മദ് അമീന്റെതാണ്. അതുപോലെ നഖ്ദുൽ അദബി ഇദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയാണ്. അതുപോലെ ഫൈദുൽ ഖാത്തിർ ഇദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയാണ്. അപ്പം ഫൈദുൽ ഖാത്തിർ മക്കാലകളാണ്. നഖ്ദുൽ അദബി അദ്ദേഹത്തിന്റെ നിരൂപണ സാഹിത്യമാണ്. അപ്പം ഫജ്റുൽ ഇസ്ലാം, ലുഹൽ ഇസ്ലാം, ലുഹറുൽ ഇസ്ലാം, ഹയാത്തി, നഖ്ദുൽ അദബി, ഫൈദുൽ ഖാത്തിർ, ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ പ്രധാന പുസ്തകങ്ങളാണ്. ഇനി അടുത്തൊരു വ്യക്തിയാണ് അഹമ്മദ് സക്കി അബൂഷാദി. ഈ അഹമ്മദ് സക്കി അബൂഷാദിയെ കുറിച്ച് നിങ്ങൾ പഠിക്കേണ്ട ഒരേ ഒരു പ്രധാന പോയിന്റ് ഉണ്ട്. എന്താണെന്നറിയും? 2 പ്രധാന പോയിന്റ് ഉണ്ട്. ഒന്ന്, അദ്ദേഹമാണ് അപ്പോളോ എന്ന് പറയുന്ന സാഹിത്യ സംഘടന സ്റ്റാർട്ട് ചെയ്യുന്നത്. 1933 അഹമ്മദ് സക്കി അബൂഷാദി കൊണ്ടുവരുന്ന സംഘടനയുടെ പേരാണ് അപ്പോളോ എന്നുള്ളത്. മറക്കല്ലേ? 1933 അഹമ്മദ് സക്കി അബൂഷാദി ഈജിപ്തിൽ സ്ഥാപിക്കുന്ന സാഹിത്യ സംഘടനയുടെ പേരാണ് അപ്പോളോ എന്നുള്ളത്. ഇദ്ദേഹത്തിന് ഒരു ദീവാനുണ്ട്, അൽ എൻബു എന്ന് പറയും. അൽ എൻബു. അതിന് മുഖദ്ദിമ എഴുതുന്നത് അഷായിർ തൂനിസി ഷാബി. ഷാബി എന്ന് വെച്ചാൽ ആരാണ്? അബുൽ കാസിം ഷാബി. ഓക്കെ, അബുൽ കാസിം ഷാബിയാണ്. തുനീഷ്യൻ കവിയായിരുന്ന അബുൽ കാസിം ഷാബിയാണ് എൻബു എന്ന ദീവാന് മുഖദ്ദിമ എഴുതുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു അല്ല, എന്തൊക്കെ പറഞ്ഞു? അദ്ദേഹം അഹമ്മദ് സക്കി അബൂഷാദി എന്നുള്ളത് അദ്ദേഹം ഒരു ഈജിപ്തുകാരനാണ്. ജമാഅത്തു അപ്പോളോ അദ്ദേഹമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1921, 23 എന്നൊക്കെ പറയുന്നുണ്ട്. അതല്ല, 33 എന്ത് ചെയ്യുന്നത്? ജമാഅത്ത് അപ്പോളോ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1921 ജമാഅത്ത് ദീവാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചില അഭിപ്രായങ്ങളിൽ അപ്പോളോ 23 പറയപ്പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെ പല പല അഭിപ്രായങ്ങളുണ്ട്. അതിലേക്ക് നമുക്ക് വരാം, അവസാന സെഷനിലേക്ക് വരാം. ഇനി കതബ അഷായിർ തൂനിസി ഷാബി മുഖദ്ദിമ ദീവാൻ ലിയംബോൾ. ഓക്കെ, പിടിയിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ദീവാനാണ് അന്താ ഉൽ ഫജർ. 1912 പബ്ലിഷ് ചെയ്യുന്നത്. ചില ചോദ്യങ്ങളിലേക്ക് വരാം. അയ്യാം എന്ന പുസ്തകത്തിന്റെ വിഷയം എന്താണ്? റിവായ വാഖിയ, റിവായ താരിഖിയ, റിവായത്തുൽ ആതിഫിയ, റിവായ തർജുമത്തുൽ ദാത്തിയ. ഈ റിവായ തർജുമ ദാത്തിയ എന്ന് വെച്ചാലും സീറ ദാത്തിയ എന്ന് വെച്ചാൽ ഒന്നാ. എന്താണ്? ഓട്ടോബയോഗ്രഫിക്കൽ നോവൽ എന്ന് അർത്ഥം. അതായത് ഓട്ടോബയോഗ്രഫി. അയ്യാം ഒരു നോവൽ മെത്തേഡിൽ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് റിവായ തർജുമ ദാത്തിയ എന്ന് പറഞ്ഞത്. ഇനി ഇഖ്തറ ഷാദ് ഹദീസുൽ അർബ അയ്യാം അലാ ഹാമിഷ് സീറ അന്നവറാത്ത്. ഓക്കെ, നമുക്ക് ഉത്തരം നോക്കാം. നവറാത്ത് എന്നുള്ളതാണ്. കാരണം നവറാത്ത് എന്നുള്ളത് മുസ്തഫ ലത്തീഫുൽ മൻഫലൂത്തിയുടെയാണ്. ബാക്കി എല്ലാം ആരുടെ പുസ്തകമാണ്? അതെല്ലാം മുസ്തഫ ആരുടെയാണ്? നമ്മുടെ ത്വാ ഹുസൈന്റെ പുസ്തകമാണ്. അലാ ഹാമിഷ് സീർ ആരെ എഴുതിയതാണ്? അഹമ്മദ് അമീനാണോ? ത്വാ ഹുസൈൻ ആണോ? അതല്ല മുസ്തഫ സ്വാദിഖ് റാഫിഈ ആണോ? അതല്ല മുസ്തഫ ലത്തീഫി അൽ മൻഫലൂത്തി എഴുതിയ പുസ്തകമാണോ? ആരെഴുതിയ പുസ്തകമാണ്? ത്വാ ഹുസൈൻ എഴുതിയ പുസ്തകമാണ് അലാ ഹാമിഷ് സീറ. അവ്വലു മൻ ബഹസ വഅദ്ദ റിസാലത ഫി അമാൽ അബുൽ അലാം. അതായത് അബുൽ അലാം ആലിയുടെ പേരിൽ ആദ്യമായിട്ട് ഗവേഷണം രചിച്ച, പ്രബന്ധം രചിച്ച വ്യക്തി ആരാണ്? ഷൗക്കി ലൈഫ് ആണോ? അക്കാദാണോ? ത്വാ ഹുസൈൻ ആണോ? തുർജി സൈദാനാണോ? ത്വാ ഹുസൈൻ ആണ്. ത്വാ ഹുസൈൻ ആണ്.
ഫജ്റുൽ ഇസ്ലാമിന്റെ റൈറ്റർ ആരാണ്? ഖാദത്ത് സമ്മാനാണോ, അമീർ റൈഹാനി ആണോ, നജീബുൽ ഖീലാനി ആണോ, യൂസഫ് ഇദ്രീസ് ആണോ? ഓക്കെ, നിങ്ങൾ ഈ ഖാദത്ത് സമ്മാൻ എന്ന പേര് ആദ്യമായിട്ട് കേൾക്കാം. അതേപോലെ ഈ ഒരു ഒരു റൈറ്റർ ആണ് കേട്ടോ, ഒരു റൈറ്റർ ആണ് ആര്? ഖാദത്ത് സിമാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു സിറിയൻ റൈറ്റർ ആണ്, ഒരു സ്ത്രീയാണ്, ജേർണലിസ്റ്റ് ആണ്. ഓക്കെ, ഒരു റൈറ്ററും ആണ് ജേർണലിസ്റ്റും ആണ് ഈ പറയുന്ന ഖാദത്ത് സിമാൻ. ഒരു സിറിയൻ റൈറ്റർ ആണ് എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഈജിപ്തുകാരുമാണ് കേട്ടോ. അഹ്മദ് അമീൻ ആയിരുന്നാലും നജീബുൽ ഖീലാനി ആയിരുന്നാലും യൂസഫ് ഇദ്രീസ് ആയിരുന്നാലും ഈജിപ്തുകാരാണ്. അനീൻ റനീൻ എന്ന് പറയുന്നത് ആരുടെ ദീവാനാണ്? യഹ്യാക്കിയുടെ ആണോ, ഈലി അബുമാദിയുടെ ആണോ, അഹമ്മദ് ഷൗക്കിയുടെ ആണോ, അഹമ്മദ് സക്കി അബൂഷാദിയുടെ ആണോ? നമ്മൾ പറഞ്ഞിട്ടില്ല, നോക്കിയേ. അനീൻ വറനീൻ എന്ന് പറയുന്നത്, അനീൻ വറനീൻ എന്ന് പറയുന്നത് എല്ലാവരും ഉത്തരം ചെയ്യണേ. അത് അഹമ്മദ് സക്കി അബൂഷാദിയുടെ ദീവാനാണ് കേട്ടോ. അഹമ്മദ് സക്കി അബൂഷാദിയുടെ ദീവാന ഷെയറാണ് അത് അനീൻ റനീൻ എന്ന് പറയുന്നത്. ഇനി അഹമ്മദ് അമീന്റെ സിറാദാത്തി ഏതാണ്? അയ്യാമാണോ, സുബുസുൽ ഹാഫി ആണോ, ഹയാത്തി ആണോ, അൽ ബിറുൽ അവ്വലാണോ? യെസ്, അത് ഹയാത്തിയാണ്. ഇനി പ്രധാനപ്പെട്ട നമ്മൾ നോക്കുന്ന മറ്റൊരു ചെറിയൊരു ടോപ്പിക്കാണ് പ്രധാനപ്പെട്ട അറബിക് സിറാദാത്തികൾ. സബഊൻ, മിഹായ് നഈമിയുടെ സബഊൻ, നജീബ് കിലാനിയുടെ ലംഹ മിൻ ഹയാത്തി, അന അക്കാദ്, മുഹമ്മദ് ഹുസൈൻ അയിക്കലിന്റെ മുദക്കറത്ത് ഷബാബ്, സലാഹ് അബ്ദുൽ സബൂറിന്റെ ഹയാത്തി ഫി ഷിഅർ, എഡ്വാർഡ് സഈദിന്റെ ഖാരിജുൽ മക്കാനി, ഹിക്കായ സുവർ ഹന്നാമീനയുടെ, നവാൽ സഅദാബിയുടെ ഔറാഖി ഹയാത്തി, അലി മുബാറക്കിന്റെ ഇൽമുദ്ദീന്, തർബിയത്ത് സലാമത്ത് മൂസ സലാമ മൂസയുടെ, തൗഫീഖുൽ ഹക്കീമിന് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. തൗഫീഖുൽ ഹക്കീമിന് രണ്ടെണ്ണം ഉണ്ട്. സിജിനുൽ ഉംറ എന്നാണ്, സൂറത്തുൽ ഉംറ, അങ്ങനെ രണ്ടെണ്ണം ഉണ്ട് തൗഫീഖുൽ ഹക്കീമിന്, രണ്ടെണ്ണം ഉണ്ട്. ഇഫ്ലു മിനൽ ഖറിയ സയ്യിദ് കുത്തുബ്, അസ്ദാഉ സീറത്തുൽ ദാത്തിയ നജീബ് മഹ്ഫൂദ്, ഖിസ്സത്തു ഹയാത്ത് മാസിനി, അലൽ ജിസ്ർ ബിന്ദു ഷാത്തി, ഇസ്തംതഅക ബി ഹയാത്തി മുഹമ്മദുൽ അരീഫി. ഓക്കെ, ഇപ്പൊ ഇത്രയുമാണ് പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ. ക്ലിയർ ആണോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ശുക്രൻ അലാ ഇസ്തിമായിക്കും. എന്താണ് ഒന്നുകൂടി പറയേണ്ടത്? എന്താണ്, പുസ്തകങ്ങളാണോ പറയേണ്ടത്? ഖാരിജുൽ മക്ക ഒന്നുകൂടി നോക്കിയേ. സബഊൻ മിഹായ് നഈമയുടെ നോവലാണ്. ലംഹത്ത് മിൻ ഹയാത്തി അത് നജീബുൽ ഖീലാനിയുടെയാണ്. ഹയാത്ത് കലം അത് അക്കാദിന്റെയാണ്. മുദക്കറത്ത് ഷബാബ് ഹൈക്കലിന്റെയാണ്. ഹയാത്തി മിന ഷെയർ അത് സലാബ്ദു സബൂറിന്റെയാണ്. എഡ്വാർഡ് സഈദിന്റെ ആണ് ഖാരിജുൽ മക്കാൻ. ബഖിയ സഊദ് അത് ഹന്നാമീനയുടെയാണ്. നവാസ് സഅദാവിയുടെയാണ് ഔറാഖി. ഇൽമുദ്ദീൻ അലി മുബാറക്ക്. തർബിയത്ത് സലാമത്ത് മൂസ സലാമ മൂസ. സിനുദുൽ ഉംറ സൂറത്തുൽ ഉംറ തൗഫീഖുൽ ഹക്കീമിന്റെ പുസ്തകമാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് എന്ത്, ഇഫ്ലു മിനൽ ഖറിയ സയ്യിദ് കുത്തുബ്. അസ്ദാഉ സീറത്തുൻ നബവിയ അത് ആരുടെ പുസ്തകമാണ്? അത് നജീബ് മഹ്ഫൂദിന്റെ പുസ്തകമാണ് അല്ലെ. നജീബ് മഹ്ഫൂദിന്റെ ഒരു പുസ്തകമാണ് എന്ത്, അസ്ദാഉ സീറത്തുൻ നബവിയ. ഇഫ്ലു മിനൽ ഖറിയ. അതുപോലെ ഖിസ്സത്തു മിൻ ഹയാത്തി അത് മാസിനിയുടെയാണ്. അലൽ ജിസ്ർ ബിന്ദു ഷാത്തിയുടെയാണ്. ഇസ്തംതഅക ബി ഹയാത്തിക അത് മുഹമ്മദുൽ അരീഫിയുടെ പുസ്തകമാണ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ ഇൻഷാ അല്ലാഹ്
ഓക്കെ, അപ്പോ നമ്മളിവിടെ ഈ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാവുന്നതാണ്. പലരും ലെഫ്റ്റ് അടിച്ചത് കണ്ടു. ഇൻഷാ അല്ലാഹ് ഞാനിപ്പോ മൈക്ക് ഓൺ ആക്കാം.